രാജ്യാന്തര രംഗത്തുണ്ടായ രാഷ്ട്രീയമായ രാഷ്ട്രങ്ങൾ സംബന്ധിച്ചുള്ള പുതിയ അതിർവരമ്പുകളും മറ്റും നിയമങ്ങളുമെല്ലാം കർക്കശമായി വന്ന് ഇടുങ്ങി വന്നപ്പോ ഓരോ രാജ്യവും ആ രാജ്യത്തിന്റെ പരിധിയിൽ ഒതുങ്ങുകയും അവിടുത്തെ മുസ്ലിമീങ്ങൾ മാത്രമായി തീരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കിടയിൽ കേരളീയ മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതും രാജ്യത്തെ തന്നെ മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതുമായ ഒരു വലിയ മഹത്തായ അനുഗ്രഹമായിരുന്നു ഓരോരോ നാടും പ്രദേശവും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മുസ്ലിമീങ്ങളുടെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയാണ് മുസ്ലിം മഹല്ലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിലെ പള്ളിയെ കാളികാവ് ജുമുഅത്ത് പള്ളി എന്നാണ് വിളിക്കുന്നത്. കാളികാവ് ടൗണിലെ ഇതൊരു പഞ്ചായത്തിന്റെ ആസ്ഥാനമാണ്. ആ പഞ്ചായത്തിന്റെ ആസ്ഥാനമായ ഈ പ്രദേശത്തിന്റെ പേരാണ് കാളികാവ്. ഈ ടൗണിലെ പള്ളിക്ക് കാളികാവ് ജുമുഅത്ത് പള്ളി എന്ന് പറയും. ആ ജുമുഅത്ത് പള്ളി കേന്ദ്രീകരിച്ചുള്ള മഹല്ലിന് കാളികാവ് മഹല്ല്. ഇതിന്റെ പ്രാദേശികമായ ഓരോരോ മുക്കുമൂലകളിൽ ഒന്നിച്ച് മുസ്ലിമീങ്ങൾ ഒരു പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംഘമാകാൻ പറ്റുന്നിടത്തെല്ലാം മുസ്ലിമീങ്ങൾ അവിടെ ആ പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം മഹല്ലുകൾ രൂപീകരിക്കുകയും മഹല്ലുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു വരുന്നതാണ് മുസ്ലിമീങ്ങളുടെ ഇടപര്യന്തമുള്ള പാരമ്പര്യം. ഇസ്ലാം ഇവിടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തു തന്നെ പ്രചാരം നേടിയിട്ടുണ്ടെന്ന അഭിപ്രായത്തിനാണ് ഇപ്പോൾ മേൽക്കൈയുള്ളത്. അതിനാണ് തെളിവുകൾ കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാലം മുതൽ ഇസ്ലാം വന്നയിടം മുതൽ ഇന്നുവരെയും പള്ളികൾ നിർമ്മിച്ചുകൊണ്ട് ആ പള്ളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം മഹല്ലുകൾ ഉരുവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നാടിൽ വിശേഷിച്ച് കേരളത്തിൽ ഇസ്ലാമിന്റേതായ പ്രഭ, ഇസ്ലാമിന്റേതായ ഒരു പ്രത്യേകത ഈ നാട്ടിൽ കളിയേടിക്കൊണ്ടിരിക്കുന്നത്. ഈ മുസ്ലിം മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന ഒരു പ്രമേയവുമായാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ രംഗത്തിറങ്ങേണ്ടി വന്നിരിക്കുന്നത്. വലിയ വലിയ സംഘടനകൾ ഇവിടെയുണ്ട്. ആ സംഘടനകളാണ് മഹല്ല് ശിഥിലീകരണത്തിൽ കാര്യമായി പങ്കുവഹിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കൊച്ചു സംഘടനകൾക്ക് ഇക്കാര്യം പറയേണ്ടി വന്നു എന്നതാണ് ഇപ്പോഴത്തെ നിർബന്ധിതമായ അവസ്ഥ. പറയുന്നത് ചെറിയ സംഘങ്ങളാണെങ്കിലും ഇസ്ലാമിന്റെ മഹത്തായ സന്ദേശവും ഖുർആന്റെ പ്രഖ്യാപിതവും തന്നെ ഇതാണ്. എത്രയെത്ര കൊച്ചു സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ അതിജയിച്ചുകൊണ്ട് സത്യമായ ആശയങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളത്. ആ പരിശ്രമം എന്ന നിലയ്ക്ക് മാത്രമാണ് പരിമിതികളും പരിധികളുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ ഈ പ്രമേയത്തിന്റെയും ഈ ആശയത്തിന്റെയും പ്രചാരണത്തിന് വേണ്ടി രംഗത്ത് വരാൻ കാരണം. നിങ്ങൾ ആലോചിച്ചു നോക്കുക, കാളികാവ് മഹല്ല് എന്നിപ്പോൾ പറയുന്ന നമ്മുടെ കാളികാവ് ജുമുഅത്ത് പള്ളി കേന്ദ്രീകരിച്ചുള്ള മഹല്ല് എത്ര പള്ളികളും എത്ര ജുമുഅകളും കാണും? മഹല്ലടിസ്ഥാനത്തിൽ സൗകര്യം നോക്കിക്കൊണ്ട് മഹല്ലുകളായി ജുമുഅ പിരിയുന്നതിലുപരി സംഘടനാപരമായി ഓരോ കൂട്ടർക്കും ഓരോ ജുമുഅയും ഓരോ പള്ളിയും എന്ന പേരിലല്ലേ ഈ വിഘടനം വന്നിരിക്കുന്നത്, ഈ വിഭജനം വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോ നാട്ടിലും ഓരോ സംഘങ്ങൾ പുതുതായി വരുമ്പോൾ ഓരോ പള്ളികൾ സ്ഥാപിച്ചുകൊണ്ട് അവർ ഓരോ ജുമുഅകളായി മാറി. കൊണ്ടോട്ടിക്കയ്യും പൊന്നാനിക്കയ്യും തർക്കം നടക്കുന്ന കാലത്ത് അക്കാലങ്ങളിലൊക്കെ ഉള്ളതാണ് കാളികാവിലെ പള്ളി എന്നാണ് ഞാൻ കേട്ടത്. ഇതനുസരിച്ച് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പണ്ഡിത സംഘടനയ്ക്ക് 90 വർഷത്തെ വാർഷികമാണല്ലോ ഇപ്പോൾ ആഘോഷിച്ചത്. ആ 90 വർഷത്തെ പഴക്കമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉടലെടുക്കുന്നതിന് മുൻപേ കാളികാവ് മഹല്ലുണ്ട്, കാളികാവ് ജുമുഅത്ത് പള്ളിയുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഈ കാളികാവ് ജുമുഅത്ത് പള്ളിയിൽ ഇവിടത്തെ ഒരു സംഘത്തിന് മാത്രമേ അതിന്റെ അധികാരമോ ഭരണമോ പാടുള്ളൂ. ഭരണപരമായിട്ടുള്ള അവകാശങ്ങൾ, മഹല്ലുപരമായിട്ടുള്ള അവകാശങ്ങൾ, മുസ്ലിം പൌരന്മാർക്ക് ലഭിക്കേണ്ട മഹല്ലിന്റെ എല്ലാ സൗകര്യങ്ങളും അതുതന്നെ ഒരു വിഭാഗത്തിന് മാത്രമേ ലഭിക്കാവൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ദാരുണമായ അവസ്ഥ. ഇത് ഒരു ചെറിയ സഹലിൽ മാത്രം സംഭവിക്കുന്നതല്ല. ഈ ഒരാശയത്തിന്റെ പേരിൽ, ഈ വാശിയുടെ പേരിലാണ് ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ നമ്മുടെ നാടുകൾക്കടുത്ത് തന്നെ പല പള്ളികളും പൂട്ടിക്കിടക്കുന്നത്. മഹല്ലുകളുടെ കേന്ദ്ര പള്ളികൾ, മഹല്ലുകാർക്ക് ജുമുഅക്ക് കൂടാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരുന്ന പള്ളികൾ നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചറിയുമല്ലോ. പള്ളിക്കൽ ബസാറിലെ ടൗണിലുള്ള പള്ളിയാണ് പൂട്ടിയിടപ്പെട്ടിരിക്കുന്നത്.
അതിനു മുൻപ് അതിന്റെ അടുത്ത പ്രദേശത്തുള്ള ചാമപ്പറമ്പിലെ പള്ളി മാസങ്ങളായി പൂട്ടിയിട്ടിട്ട് അവിടെയൊക്കെ വസിക്കുന്ന മുസ്ലിമീങ്ങളാണെന്ന് മാത്രമല്ല സുന്നികളാണെന്ന് മാത്രമല്ല ഷാഫിഈ മദ്ഹബുകാരാണെന്ന് മാത്രമല്ല 1925 രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആ പണ്ഡിത സംഘടനയെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന സമസ്തക്കാരാണ്. പക്ഷെ പ്രശ്നമെന്തേ ഉള്ളൂ, ഇംഗ്ലീഷ് പേരുകളിൽ സമസ്ത വിഭജിക്കപ്പെട്ടുകൊണ്ട് ഗ്രൂപ്പിസം വന്ന 2 പാർട്ടിയായി EKAP എന്ന പേരിൽ പിളർപ്പ് വന്നതിന് ശേഷം ആ 2 സംഘങ്ങളായി പിരിഞ്ഞവർ ഈക്കക്കാരുടെ പള്ളി, എപിക്കാരുടെ പള്ളി, ഈക്കപ്പള്ളി, എപിപ്പള്ളി, ഈക്ക മദ്രസ, എപി മദ്രസ എന്ന പേരിൽ മദ്രസകളും പള്ളികളും സംഘടനക്കുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമം പഴയകാലത്തെ കേരളീയ മുസ്ലിമീങ്ങളുടെ മുസ്ലിം മഹല്ലുകൾക്ക് ശരിയായ രീതിക്കും അതിന്റെ സംവിധാനത്തിനും വിരുദ്ധമാണ്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ കാളികാവ് മഹല്ലിലുള്ള മുസ്ലിമീങ്ങൾക്ക് മൊത്തം ചേരാൻ പറ്റുന്ന പള്ളിയും അവർക്ക് മൊത്തമായി ജുമുഅക്ക് സംബന്ധിക്കാൻ പറ്റുന്ന പള്ളിയും ആ പള്ളിക്ക് കീഴിലുള്ള ഒരു മഹല്ലുമായിരുന്നു കാളികാവ് മഹല്ല്. ഇവിടെ പല ആശയക്കാർ കാണും, പല അഭിപ്രായ വ്യത്യാസക്കാർ കാണും. ആ അഭിപ്രായ വ്യത്യാസക്കാർ ഉള്ളപ്പോഴും അടിപിടികളോ മറ്റേതെങ്കിലും പേരിലുണ്ടായാലും പള്ളിയുടെ പേരിലും മഹല്ലിന്റെ പേരിലും വിഘടനമുണ്ടായിരുന്നില്ല. 1920കൾക്കു ശേഷം കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ കേരളീയ മുസ്ലിമീങ്ങൾക്ക് ഇടയിൽ ആദ്യമായി കടന്നുവന്ന സംഘടനയാണ് സംഘടനാപരമായിട്ടുള്ള വിഘടനത്തിനും മഹല്ലടിസ്ഥാനത്തിൽ ആ തരത്തിലുള്ള ശൈഥില്യത്തിനും വഴിവരുന്നിട്ടത്. 921 കാലങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യത്തോടുകൂടെ വർത്തിച്ചിരുന്ന ആശയപരമായി ആദർശപരമായി ഒരേ ആദർശം വെച്ച് പുലർത്തിയിരുന്നതായ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ കേരളീയ മുസ്ലിമീങ്ങളെ ഐക്യത്തിൽ നിർത്തുന്ന ശബ്ദത്തോടുകൂടെ കേരള മുസ്ലിം ഐക്യസംഘം രംഗത്ത് വരുമ്പോൾ അനൈക്യം ഇവിടെയില്ല. ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ടുണ്ടായ അനൈക്യത്തെ തടുക്കാൻ രൂപീകരിക്കപ്പെട്ട ഐക്യസംഘമായിരുന്നു യഥാർത്ഥത്തിൽ ഐക്യസംഘം. കൊടുങ്ങല്ലൂരിലെ മുസ്ലിമീങ്ങൾ കുടുംബപരമായി വർഗപരമായി അവർക്കിടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യങ്ങളും ചേരായ്മകളും അത് ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട എറിയേറ്റ ഐക്യസംഘമാണ് കേരള മുസ്ലിമീങ്ങൾക്ക് മൊത്തം ഐക്യസംഘം എന്ന രൂപത്തിൽ രൂപപ്പെട്ടുകൊണ്ട് കേരള മുസ്ലിമീങ്ങളെ ഒന്നിച്ചേകീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവുമായി അനൈക്യമില്ലാത്തയിടത്തേക്ക് കേരളത്തിലൊരു കൂട്ടർ കടന്നു വന്നത്. ആ ഐക്യസംഘത്തിന്റെ പേരിൽ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു പണ്ഡിത സംഘടനയുണ്ടാക്കി. ആ പണ്ഡിത സംഘടനയ്ക്ക് കീഴിൽ കുറെ കാലം പ്രവർത്തിച്ചു. അത്തരം പ്രവർത്തകർ വന്നപ്പോൾ അപ്പോഴും അവർ ഒന്നിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ ഒരു മഹല്ലിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ മഹല്ലിൽ ഒരു ഭാഗമായി മാത്രം പ്രവർത്തിക്കുന്നതിനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനെ അവർക്ക് കഴിയുമായിരുന്നു ന്യൂനപക്ഷമായതുകൊണ്ട്. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന പേരിൽ 1950കളിൽ ഈ സംഘം രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചപ്പോൾ 1950കൾ മുതൽക്കാണ് അവർ പ്രത്യേക മേൽവിലാസത്തിൽ പള്ളികളും മറ്റും ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആ പള്ളികൾ ഉണ്ടാക്കി തുടങ്ങുമ്പോഴേക്ക് തന്നെ കാളികാവിലെ പള്ളി, വണ്ടൂരിലെ പള്ളി, പള്ളിശ്ശേരി പള്ളി, കരുവാരകുണ്ടല പള്ളി എന്ന് അതത് പ്രദേശങ്ങളെയും ആ പ്രദേശക്കാരുടെയും പള്ളി എന്നതിൽ നിന്ന് വ്യത്യസ്തമായി കാളികാവ് സെലഫി പള്ളി, പള്ളിശ്ശേരി സെലഫി പള്ളി, പള്ളിശ്ശേരി മുജാഹിദ് പള്ളി, കരുവാരകുണ്ട് മുജാഹിദ് പള്ളി എന്ന പേരിൽ ഒരു സംഘത്തിന്റെ പേരിലായിക്കൊണ്ട് പള്ളി ഉണ്ടാക്കുന്ന പരിശ്രമവുമായി അല്പസ്വല്പം ആളുകളെ കിട്ടാൻ തുടങ്ങിയപ്പോൾ കേരള നേതൃത്വത്തിൽ മുജാഹിദീനാണ് മഹല്ലുകൾ ശിഥിലീകരിക്കുന്നതിന് തുടക്കമിട്ടത്. പക്ഷേ ന്യൂനപക്ഷമായതുകൊണ്ട് മുഖ്യധാരാ സമുദായത്തെയും സമൂഹത്തെയും അപേക്ഷിച്ച് ന്യൂനപക്ഷമായതുകൊണ്ട് അവരുടെ ഈ അനൈക്യം കൊണ്ടോ പള്ളി രൂപീകരണം കൊണ്ടോ മഹല്ലുകൾ ശിഥിലമായിരുന്നില്ല, മഹല്ലുകളെ അത് ബാധിച്ചിരുന്നില്ല. മഹല്ലുകളുടെ ഒരു കൂട്ടം ആളുകൾ ഒറ്റക്കൊരാശയവുമായി നിൽക്കുകയല്ലാതെ മഹല്ലിന്റെ സംവിധാനവും അതിന്റെ വഴിക്ക് മുന്നോട്ട് ഗമിക്കുകയായിരുന്നു. ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിലെ 989 മുതൽക്കുള്ള EKAP 2 ഗ്രൂപ്പിസമായി വളരുകയും അത് പിന്നീട് പിളറുകയും ചെയ്തത് മുതൽക്കാണ് പള്ളികളും മദ്രസകളും പിടിച്ചടക്കുകയും മഹല്ലുകൾ ശിഥിലമാകുകയും ചെയ്യുന്നതിലേക്ക് അവരുടെ പരിശ്രമം ചുരുങ്ങിപ്പോയത്. അവർ പരിശ്രമിക്കുന്നത് അത്രയും ഈ ഒരു ഭാഗത്തിന് വേണ്ടി മാത്രമായിരുന്നു.
അവനവന്റെ മദ്രസകൾ ഉണ്ടാക്കുക, അവനവന്റെ പള്ളികൾ ഉണ്ടാക്കുക, അവനവന്റെ സംഗതികൾ ഉണ്ടാക്കുക. അപ്പമേത്തും പുതുതായി കടന്നു വരുന്നത് AP വിഭാഗം സമസ്തയായതുകൊണ്ട് അവർ നിലവിലുള്ള മഹല്ലിലെ പള്ളിക്ക് ബദലായി എവിടെയെങ്കിലും അവരുടെ സ്വന്തം പള്ളി രൂപീകരിക്കുന്നിടത്താണ് അവരെത്തിയത്. അങ്ങനെ AP പള്ളികൾ എന്ന പേരിൽ മിക്കവാറും മഹല്ലുകളിൽ പറ്റുന്നിടത്തൊക്കെ അവർ പള്ളി ഉണ്ടാക്കി. അപ്പോഴും മഹല്ലിലെ മുസ്ലിമീങ്ങൾ അവർക്ക് മുഖ്യധാരാ മഹല്ലിന്റെ സ്ഥാനം നൽകിയിരുന്നില്ല. മൊത്തം മഹല്ലിലെ മുസ്ലിമീങ്ങൾ പഴയ പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വർത്തിച്ചു. ഇവരെല്ലാവരും EK സമസ്തയെ അംഗീകരിക്കുന്നവരായതുകൊണ്ടല്ല. നിലവിലുള്ള ആ അവസ്ഥ അങ്ങനെ തന്നെ തുടരട്ടെ, നിലവിലുള്ള മഹല്ലിന്റെ ആ പോരിൽ പാരമ്പര്യമായിട്ടുള്ള ഗമനം അങ്ങനെ തന്നെ തുടരട്ടെ എന്ന കാഴ്ചപ്പാടിൽ നിലവിലുള്ള പള്ളിയും മദ്രസയും എങ്ങനെയാണോ നടന്നു വരുന്നത് അങ്ങനെ നടക്കട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിദ്യാഭ്യാസ ബോർഡ് 950 മുതൽ രൂപീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്തു പോരുന്ന മദ്രസകൾ മുൻപേ രജിസ്റ്റർ ചെയ്ത ആ ബോർഡിന് കീഴിൽ തന്നെ തുടരട്ടെ. അതേപോലെ ആ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസയെ കേന്ദ്രീകരിച്ചും മറ്റും നിൽക്കുന്ന പള്ളികൾ നിലവിൽ മഹല്ലിൽ എങ്ങനെ പോരുന്നോ അങ്ങനെ പോരട്ടെ എന്ന നിലപാട് സ്വീകരിച്ചതുകൊണ്ട് സംഘടനാപരമായി പള്ളി ഉണ്ടാക്കിയവരുടെ പള്ളി സംഘടനയുടെ പള്ളിയും അവരുടെ മഹല്ലുമായതല്ലാതെ നമ്മുടെ പ്രാദേശിക മഹല്ലുകൾക്ക് അത് സാരമായി ബാധിച്ചിരുന്നില്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത്തരം ഒരവസ്ഥ തുടർന്നു വരുന്നതിനിടയിലാണ് AP വിഭാഗം അവരുടെ പള്ളിയും മഹല്ലുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് സെപ്പറേറ്റായിട്ട് ഓരോ മഹല്ലുകൾ നടത്തുമ്പോൾ നമുക്കും നമ്മുടെ സംഘടനയ്ക്ക് തന്നെയാവണം മഹല്ലുകൾ എന്ന ചിന്തയോടുകൂടെ മറുവിഭാഗം മഹല്ലുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു തുടങ്ങിയത്. മദ്രസകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും മദ്രസയുടെ സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകരണത്തെ പ്രത്യേകം ഉയർത്തിക്കാട്ടിക്കൊണ്ടും അതിനെ കരുവാക്കിക്കൊണ്ടുമാണ് മഹല്ലുകൾ അടക്കിപ്പിടിക്കുന്ന നിലവാരത്തിലേക്ക് അവരെത്തിയത്. അങ്ങനെ വന്ന് ഓരോ മഹല്ലുകളും സമസ്തയുടെ മഹല്ലുകളാകണം, സമസ്തയുടെ മഹല്ലുകളാകണം എന്ന അർത്ഥത്തിൽ അവർ ഗൂഢമായി പ്രവർത്തിച്ചുകൊണ്ട് പല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് അതൊക്കെ ഇപ്പൊ എത്തിയിരിക്കുന്നത് മഹല്ലിലെ പള്ളിയൊക്കെ സമസ്തയ്ക്ക് രജിസ്റ്ററാണ്. ഈ മഹല്ല് പള്ളിയൊക്കെ സമസ്തയുടെ പള്ളിയാണ്. കാരണം എന്തേ? അതിന്റെ ഒക്കെ ഭരണഘടനയിലോ അല്ലെങ്കിൽ അതിന്റെ ആധാരത്തിലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു പേര് ചേർത്തിട്ടുണ്ടാവും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളൊരു പേര് അവിഭക്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആയിരുന്ന കാലത്ത് സുന്നികളുടെ ഏക സംഘടനയാണത്. സുന്നികളുടെ ഏക സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ മുജാഹിദ് വിഭാഗം സ്വന്തം പള്ളി ഉണ്ടാക്കിയിട്ട് അവരുടെ ആശയപ്രകാരമാക്കി നടത്തുക മാത്രമല്ല, കിട്ടാവുന്ന പള്ളികൾ അവരുടെ ആശയത്തിലേക്കും അവരുടെ രീതിയിലുള്ള കമ്മിറ്റികളിലേക്കും രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ സ്വന്തം പള്ളികളാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരവസ്ഥ വന്നു. നഗരങ്ങളിലെ പല പള്ളികളും അങ്ങനെ പോയി. കോഴിക്കോട് നഗരത്തിലെ മുഹയ്യദ്ദീൻ പള്ളി, പട്ടാളപ്പള്ളി, ഖലീഫ പള്ളി, ഇങ്ങനെയുള്ള ഒരുപാട് പള്ളികൾ മുജാഹിദ് വിഭാഗം വ്യാജമായ രജിസ്റ്ററിലൂടെ സ്വന്തമാക്കിക്കൊണ്ടുള്ള ഒരവസ്ഥയിലൂടെ നീങ്ങിപ്പോയതുകൊണ്ട് അത്തരം ഒരവസ്ഥ പരമ്പരാഗതമായ സുന്നി മഹല്ലുകൾക്കും നാടിലെ മഹല്ലുകൾക്കുമൊന്നും വരരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹത്തായ പരമ്പരാഗത ആശയങ്ങൾ പ്രകാരം ജീവിക്കണം ഇവിടത്തെ കാര്യങ്ങൾ. ഇവിടെ നടത്തുന്ന ഇബാദത്തുകൾ അങ്ങനെ നടത്തണം. മഹല്ലിൽ ഭിന്നിപ്പോ കുഴപ്പമുണ്ടാകുമ്പോ അന്തിമ വാക്കും തീർപ്പിനും സമീപിക്കേണ്ടത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്നൊക്കെയുള്ള മട്ടിൽ പല സ്ഥലങ്ങളിലും രേഖപ്പെടുത്തി വെച്ചു. ഇത് തന്നെയും പിൽക്കാലത്ത് രേഖപ്പെടുത്തിയതാണ്. എല്ലാ പള്ളികളിലും ഇങ്ങനെയില്ല. ഇത് രേഖപ്പെടുത്തി വെക്കുന്നത് മുജാഹിദ് വൽക്കരണത്തിനെതിരെ പുതിയ ആചാരങ്ങളിലേക്ക് പള്ളികളും മഹല്ലുകളും നീങ്ങുന്നതിനെതിരെ ശ്രദ്ധേയമായിട്ടുള്ള ജാഗ്രതാപരമായ ഒരു നടപടി എന്ന നിലക്കായിരുന്നു ഇത് ആരംഭിച്ചതെങ്കിൽ, ആ പേരിലാണ് ഇത് സാധിച്ചിരുന്നതെങ്കിലും കാര്യങ്ങൾ സാധിച്ച ശേഷം പിന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിലുള്ള 2 ഗ്രൂപ്പുകൾ മത്സരിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്, അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് ഞങ്ങളാണ് എന്ന രീതിയിൽ പള്ളികളും മദ്രസകളും പിടിച്ചടക്കുന്നതിനു വേണ്ടി അവർ പരിശ്രമിക്കുകയും ആവുന്ന വിധം നാട്ടിൽ കുഴപ്പമുണ്ടാക്കി നാട്ടിലെ മുസ്ലിമീങ്ങളെ വർഗീകരിക്കുകയും 2 പാർട്ടിയാക്കുകയും അടിപിടി കൂടിയിട്ട് കിട്ടുമെങ്കിൽ അങ്ങനെ നോക്കുകയും പറ്റിയില്ലെങ്കിൽ കേസുകെടുത്തിട്ട് സ്വന്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തപ്പോ അതിന് ഇതൊക്കെ ഉപകാരപ്പെടുകയും ഈ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ സമസ്തയുടെ പള്ളിയാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. അങ്ങനെ വന്ന് ഇപ്പോ അത്തരം പള്ളികളിൽ ഒരാളെ നിശ്ചയിക്കുന്നത് മഹല്ലിന്റെ അധികാരമല്ല. മഹല്ലിലെ മുസ്ലിമീങ്ങൾക്ക് അവിടുത്തെ മഹല്ലിലെ ആളുകളെ നിശ്ചയിക്കാനുള്ള അധികാരമില്ല. മഹല്ല് നേരിട്ട് നടത്തുന്ന മദ്രസകൾക്ക് അവിടുത്തെ ജീവനക്കാരെയും അധ്യാപകരെയും നിയമിക്കാനുള്ള അധികാരമില്ല.
അവരെ നിയമിക്കാനുള്ള അധികാരവും ആരെ നിയമിക്കണമെന്നും ആ നിയമിക്കപ്പെടുന്നവർക്ക് യോഗ്യത എന്തായിരിക്കണമെന്നും അർഹത എന്തായിരിക്കണമെന്നും നിർദ്ദേശിച്ചു കൊടുക്കുക മാത്രമല്ല അത് നടപ്പാക്കി കൊടുക്കുന്ന ബാധ്യത സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമായി നമ്മൾ കാണേണ്ടതല്ല, നാട്ടുകാർ കാണേണ്ടതല്ല. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, മുസ്ലിം സഹോദരന്മാർ, സംഘടനാ സങ്കുചിതത്വം മനസ്സിൽ ഏശിയിട്ടില്ലാത്ത ആളുകൾ നിഷ്പക്ഷമായി ആലോചിക്കുക, പക്ഷപാതിത്വം മാറ്റിവെച്ചൊന്ന് ആലോചിക്കുക. ഈ നാട്ടുകാർ സ്ഥാപിച്ച പള്ളി, ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി തന്നെ സ്ഥാപിക്കട്ടെ പള്ളി, അല്ലെങ്കിൽ പള്ളി കയറ്റാനുള്ള സ്ഥലം ഏതെങ്കിലും ഒരു ഹാജിയാര് സംഭാവന നൽകട്ടെ. അങ്ങനെ നൽകപ്പെട്ടു ഉണ്ടാക്കപ്പെട്ട മഹല്ലുകാരുടെ പള്ളി, ആ മഹല്ലുകാർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട പള്ളി മഹല്ലിലെ മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും ഇബാദത്തിനുള്ള കേന്ദ്രമാണ്. അവർക്കെല്ലാവർക്കും മഹല്ലുപരമായിട്ടുള്ള അവകാശങ്ങളൊക്കെ കിട്ടാൻ അർഹതയുണ്ട്. മഹല്ലുമായി ബന്ധപ്പെട്ട ഔദാര്യങ്ങളും മഹല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാവരുടേതും നടക്കേണ്ടതുണ്ട്. വിഘടിച്ചു പോകുന്നവർക്ക് പോകാമെന്നല്ലാതെ അതേ മഹല്ലിന്റെ കീഴിൽ തന്നെ നിൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നവർക്കും സന്നദ്ധരായവർക്കും മഹല്ലിന്റെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടാൻ പാടില്ലല്ലോ. ഇത് പൊതുവെ ഇസ്ലാമിക നയത്തിന്റെയും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെയും ഒരു നിലപാട് തന്നെയാണ്. മഹല്ലിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള പള്ളിയല്ലേ, അത്തരം പള്ളികൾ സ്ഥാപിതമാകുന്ന മഹല്ലുകളല്ലേ, ആ മഹല്ലിന്റെ സംവിധാനത്തിൽ കിട്ടേണ്ടതെല്ലാം ആ മഹല്ലിന് കീഴിലുള്ള മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മുഴുവൻ വരണം. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെ പ്രശ്നമല്ല. ഓരോരുത്തർക്കും ഓരോ സംഘടനയോട് ആഭിമുഖ്യം കാണാമല്ലോ, താൽപര്യം കാണാമല്ലോ. അതിനൊക്കെ കാരണങ്ങൾ പലതല്ലേ. രാഷ്ട്രീയമായ ബന്ധങ്ങൾ പലപ്പോഴും അതിന് കാരണമാകാം. ഓരോരോ രാഷ്ട്രീയ പാർട്ടികളോടുള്ള ബന്ധത്തിന്റെ പേരിൽ ആ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണക്കുന്നത് ആരെയാണോ അവരോടൊപ്പം കൂടുക എന്നുള്ളൊരു മനോഭാവം ഒരുപാട് ആളുകൾക്കുണ്ട്. അങ്ങനെ പല വിധത്തിൽ വരും. ഒരു പ്രസംഗം ഒരിക്കൽ ടൗണിൽ നിന്നോ അങ്ങാടിയിൽ നിന്നോ കേട്ടാൽ ആ പ്രസംഗത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് സംഘടനകളും പാർട്ടികളുമൊക്കെ ആളുകൾ മാറും, ആശയങ്ങളിൽ വ്യത്യാസം വരും. ഇത് ഈ നാട്ടിൽ അങ്ങനെ പരക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതനുസരിച്ചൊക്കെ ഓരോ പാർട്ടികളും ഓരോ സംഘടനകളും വരുന്നതിനൊക്കെ മഹല്ലുകൾ വിഭജിക്കപ്പെടുകയും അവർക്കാർക്കും പ്രവേശനമില്ലാത്ത വിധം ഒരു സംഘടനയ്ക്ക് കീഴിൽ മഹല്ലുകൾ ഒതുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം എത്ര വലിയ മോശമാണ്. കാളികാവ് പള്ളി എന്നത് കാളികാവ് ഈക്കപ്പള്ളി എന്നും കാളികാവിൽ AP പള്ളി എന്നും പറഞ്ഞ് ഓരോ പള്ളികളും ഓരോ കൂട്ടരുടേതായി ഓരുടെ മഹല്ലായാൽ ഈ സംഘടനകളിൽ ഒന്നും പെടാത്തവർക്ക് മഹല്ല് വേണ്ടേ? മഹല്ലിന്റെ സൗകര്യങ്ങൾ വേണ്ടേ? മഹല്ലിന്റെ സംവിധാനങ്ങളും ആനുകൂല്യങ്ങളും വേണ്ടേ? ഈ സമയം കൂടി നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേക ചുറ്റുപാടിൽ ഈ മതേതര രാജ്യത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംഘടിതമായ ഒരു മുസ്ലിമീങ്ങളായി നിൽക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് മുസ്ലിം മഹല്ലുകൾ. പല പാർട്ടിക്കാരാവട്ടെ പല സംഘടനകളെക്കാട്ടെ മുസ്ലിമീങ്ങൾക്ക് ഒന്നിച്ച് മുസ്ലിങ്ങൾ എന്ന നിലപാടിൽ നിൽക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് അതത് പ്രദേശത്തെ മഹല്ലുകൾ. ഈ മഹല്ലുകളിൽ ആ അർത്ഥത്തിൽ നടക്കുന്ന മഹല്ലുകൾക്ക് ഭരണകൂടത്തിന്റെ അംഗീകാരവുമുണ്ട്. മഹല്ലിലെ കാത് നടത്തുന്ന നിക്കാഹുകൾ, മഹല്ലിലെ കമ്മിറ്റിക്ക് കീഴിൽ നടക്കുന്ന നിക്കാഹുകൾ, മഹല്ലു സംവിധാനത്തിന് കീഴിൽ നടക്കുന്ന ഭരണപരമായ നടപടികൾ 1937 ശരീഅത്ത് ആക്ട് പ്രകാരം നമുക്കനുവദിക്കപ്പെട്ടിട്ടുള്ള വിവാഹം, വിവാഹമോചനം, വഖഫ്, വസിയ്യത്ത് തുടങ്ങിയിട്ടുള്ളതായ പരിമിതമായ കാര്യങ്ങളിൽ ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റുന്നതായ നമുക്കനുവദിക്കപ്പെട്ട ഈ ആനുകൂല്യം മഹല്ല് സംവിധാനത്തിന്റെ ഭാഗമായി ഏറ്റവും അധികം പ്രസക്തമാകുന്ന ഒരു സമയമാണിപ്പോൾ. നമ്മുടെ നാട്ടിൽ ഒരു വിവാഹം നടന്നാൽ പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്യാതെ പറ്റില്ലല്ലോ. പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ വിവാഹവും നിക്കാഹും മഹല്ലിൽ നടന്നതായി മഹല്ലിന്റെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുക്കണമല്ലോ. കാദിയാർ ഒപ്പുവെക്കണം, അല്ലെങ്കിൽ കമ്മിറ്റി ഒപ്പുവെക്കണം. ഇങ്ങനെ നൽകുന്നതല്ലേ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുക. അങ്ങനെ ഒരു നിക്കാഹ് രജിസ്റ്റർ ചെയ്യാതെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഹജ്ജിന് പോകാനോ വിസയ്ക്ക് പോകാനോ വിദേശത്ത് പോകാനോ പാസ്പോർട്ട് എടുക്കാനോ കഴിയുമോ? ഈ നാട്ടിൽ കഴിയില്ല. ഇതൊന്നും പണ്ടത്തെ വിഷയങ്ങളല്ല, ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം. ഇനി ഇപ്പോൾ വേറെ ഒരു പുലിവാലുണ്ട്. ഇവർ മഹല്ലുകൾ ഏകീകരിക്കുന്നതിന്റെയും സ്വന്തമാക്കി സംഘടനാവൽക്കരിക്കുന്നതിന്റെയും ഭാഗമാക്കിയിട്ട് ഏകീകൃത രീതിയിൽ മഹല്ലുകളുടെ സംവിധാനം ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി ഇതൊന്നും നാട്ടുകാർ അറിയില്ല, സാധാരണക്കാർ അറിയില്ല.
മഹല്ല് ഫെഡറേഷൻ എന്ന പേരിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി അതിന്റെ പേരിൽ എല്ലായിടത്തും ഒരേ ഫോം വിതരണം ചെയ്ത് എല്ലായിടത്തുള്ള നിക്കാഹുകളും ഈ ഫോമിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ രൂപത്തിൽ നടക്കണമെന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിക്കാഹ് എവിടെയെങ്കിലും നടക്കണമെങ്കിൽ ഇപ്പോ ചെറുക്കനെപ്പറ്റി പുതിയാപ്പിളയെപ്പറ്റി പുതുവണ്ണിന്റെ മഹല്ലുകാർക്കും മഹല്ലിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം. ആ മഹല്ലിൽ ജീവിക്കുന്ന ആളാണോ, ആ മഹല്ലിൽ ജീവിക്കുന്ന ആളെന്ന നിലക്ക് അയാൾക്ക് പെണ്ണിന് കൊടുക്കാൻ പറ്റുമോ എന്നറിയാൻ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിത്യമായ അനുഭവങ്ങളല്ലേ. നമ്മൾ ഓരോരുത്തരേണ്ട് ഏത് ചെറുപ്പക്കാരനും പെണ്ണ് കിട്ടണമോ അയാൾ രണ്ടാം വിവാഹമല്ല, ഒന്നാം വിവാഹമാണ്. അല്ലെങ്കിൽ മുമ്പ് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം തീർക്കാൻ കാരണമെന്താണ്, മുമ്പത്തെ ബന്ധത്തിൽ കുട്ടികളുണ്ടോ ഇല്ലേ, ഇതൊക്കെ ചോദിക്കും. ഇതൊക്കെ ചോദിക്കുന്ന ഫോമുകൾ പൂരിപ്പിച്ചു കൊടുത്തിട്ട് മഹല്ലിന്റെ സംവിധാനത്തിൽ ഖാദിയുടെയോ മഹല്ല് കമ്മിറ്റിയുടെയോ ഒപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ പെണ്ണ് കിട്ടുള്ളൂ ചെറുക്കന്മാർക്ക്. പുതിയാപ്പിളാരെ കിട്ടണമെങ്കിലും പുതിയണ്ട് കിട്ടണമെങ്കിലും നടത്തിയ നിക്കാഹ് സാധുവാകണമെങ്കിലും അത് രജിസ്റ്റർ ചെയ്യണമെങ്കിലും ഒക്കെ ഇതാവശ്യമാണ്. പണ്ട് ത്വലാഖിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ത്വലാഖ് ചൊല്ലിയാലുമാണോ മഹല്ലിന്റെ എഴുത്ത് ഇവർ ത്വലാഖ് ചൊല്ലിക്കുന്നറിയാം. പള്ളിക്കൊക്കെ എഴുത്ത് കൊടുക്കാൻ നമുക്ക് മനസ്സിലാക്കാം, ത്വലാഖ് ചൊല്ലിയെന്നു എഴുത്ത് കൊടുക്കാം. കാരണം രണ്ടാമത് നിക്കാഹ് മുമ്പ് കെട്ടിച്ചു കൊടുത്ത പെണ്ണിന് രണ്ടാമത് വരുമ്പോ ഈ പെണ്ണിന് പുതിയൊരു ഭർത്താവിന് നിക്കാഹിൽ ചെയ്ത് കൊടുക്കുമ്പോ വേറെ നിക്കാഹിലാണോ അല്ലേ എന്നറിയാൻ ത്വലാഖിന്റെ കത്ത് പള്ളിയിൽ കിട്ടണം. പക്ഷെ ഈ ത്വലാഖിന്റെ പള്ളി കിട്ടുന്നത് ഇപ്പൊ പുതിയൊരു കലണ്ടായിട്ടുണ്ട്. ഈ പെണ്ണിന് വിധവ എന്ന നിലക്കോ വിവാഹമോചിത എന്ന നിലക്കോ എന്തെങ്കിലും സർക്കാർ വക ആനുകൂല്യം കിട്ടണമെങ്കിൽ ഇത് വിവാഹമോചിതയാണ്, ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണാണ് എന്ന് സർട്ടിഫിക്കറ്റ് വേണം. ആരാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? നിക്കാഹ് നടത്തുന്ന പള്ളി മഹല്ലുകാർ തന്നെ. അപ്പൊ വിവാഹമോചിത എന്ന നിലയ്ക്ക് വിധവാ പെൻഷന്റെ പേരിലോ ഇനി വിധവകൾക്ക് കൊടുക്കുന്ന വല്ല പഞ്ചായത്തിന്റെ ഹൌസിന്റെയോ ബ്ലോക്കിന്റെ വീടിന്റെയോ ഒക്കെ വല്ല ആനുകൂല്യങ്ങളും കിട്ടണമെങ്കിലോ യഥാർത്ഥത്തിൽ ഇവിടെ ഖാദിന്റെ ഒപ്പ് വേണം, മഹല്ലിന്റെ ഒപ്പ് വേണം. ഇങ്ങനെ മഹല്ലുകൾക്ക് പ്രസക്തി കൂടി വരികയാണ്. ഇങ്ങനെ മഹല്ലുകൾക്ക് പ്രസക്തി ഏറുന്തോറും ഈ മഹല്ലുകളുടേതായ ആനുകൂല്യങ്ങളൊക്കെ ഞങ്ങളുടെ സംഘടനയും പള്ളി ഭരിക്കുന്ന സംഘടനയും അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന ഒരു പരുവത്തിലേക്ക് മഹല്ല് സങ്കുചിതപ്പെട്ടാൽ, ചുരുങ്ങിപ്പോയാൽ, ഇതിലൊന്നും ഇടപെടാത്ത അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന മഹല്ലുകൾ നിയന്ത്രിക്കുന്നതായ സംഘടനയോട് താൽപര്യമില്ലാത്ത, ഓരോരുത്തർക്കും ഓരോ ആശയങ്ങളോടും ഓരോ സംഗതികളോടും താൽപര്യം ഉണ്ടാവില്ല. ആ താൽപര്യപ്രകാരം ജീവിക്കുന്ന ആളുകൾക്ക് മഹലിന്റെ പേരിൽ ഇത്തരം റെക്കോർഡുകളൊക്കെ കിട്ടാനോ ഒപ്പുകൾ കിട്ടാനോ രേഖകൾ കിട്ടാനോ എന്ത് ചെയ്യും? കൊടുക്കാത്തൊരവസ്ഥയുണ്ട്. ഇത് നമ്മൾ പല മഹല്ലുകളിലും അന്വേഷിച്ചറിയാം. ഈ ഒരവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ ഈക്കപ്പള്ളി, ഈക്ക മഹല്ല്, ഈക്ക മദ്രസ, ഈക്ക പള്ളി, എപി പള്ളി, എപി മഹല്ല്, എപി മദ്രസ എന്ന ലെവലിൽ ചുരുങ്ങി വന്ന് അതത് മഹല്ലുകൾ അതത് സംഘടനയിൽപ്പെട്ടവർക്ക് മാത്രം പരിമിതമായി വന്നാൽ മഹല്ല് മുസ്ലിമീങ്ങൾക്കൊരു മഹല്ല് എവിടെ? നാട്ടുകാർക്കൊരു മഹല്ല് എവിടെ? നാട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ജുമുഅത്ത് പള്ളി എവിടെ? നാട്ടുകാർക്ക് വേണ്ടി സംവിധാനിക്കപ്പെട്ട മഹല്ല് എവിടെ? മുസ്ലിം മഹല്ല് കാണുമല്ലോ. ഈക്ക മഹല്ല്, എപി മഹല്ല്, സംസ്ഥാന മഹല്ല്, മുജാഹിദ് മഹല്ല്, മുജാഹിദിലെ പല വിഭാഗ മഹല്ല്, ജമാഅത്ത് മഹല്ല്, ഇങ്ങനെ സംഘടനകൾക്ക് മഹല്ലായാൽ മുസ്ലിമീങ്ങൾക്ക് എവിടെ മഹല്ല്? മുസ്ലിമീങ്ങൾക്ക് മഹല്ലില്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത പരിതാപകരമായ അവസ്ഥയല്ലേ സഹോദരങ്ങളെ? ഉമ്മത്ത് മുസ്ലിമക്ക് പല കാരണങ്ങളാൽ സംഘടിതമായി സംഘടനകൾ മാറി മാറി വരുമല്ലോ. അതിനൊക്കെ പല കാരണങ്ങളുണ്ട്. ഇപ്പൊ സമസ്ത വരുന്നതന്നെ നോക്കുക, ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. ഭാരവാഹികൾ ആരാകണമെന്ന രണ്ട് സമസ്തന് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാനദണ്ഡം എന്താണ്? ഞാൻ ഇതിന്റെ ഒരു ചെറിയ വകുപ്പ് ഇപ്പൊ നമ്മൾ എഴുതി കൊടുക്കുന്ന വകുപ്പിൽ എന്താണെന്നറിയോ? തിരിക്കാനുള്ള വകുപ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറഞ്ഞാൽ പോരാ. ഞാൻ ബഹുമാനപ്പെട്ട ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ പ്രസിഡന്റും ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായുള്ള സമസ്തയാണ് യഥാർത്ഥ സമസ്ത എന്നും അതിൽ പൂർണ്ണമായും വിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ എന്നും ഒരു കാരണവശാലും
വ്യാജ AP സമസ്തയിലോ സംസ്ഥാനയിലോ എന്റെ ഒരു നിലക്കുമുള്ള സഹകരണമോ പ്രവർത്തനമോ യൂണിറ്റ് തലത്തിലോ അല്ലാതെയോ ഉണ്ടാവുകയില്ലെന്നും യഥാർത്ഥ സമസ്തക്കും കീഴ്ഘടകങ്ങൾക്കും മനസ്സാ വാച കർമ്മണ എന്റെ എല്ലാവിധ സഹകരണങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്നും ഇതിന് വിരുദ്ധമായി വല്ലതും എന്നിൽ നിന്നും കണ്ടാൽ യൂണിറ്റ് കമ്മിറ്റിക്ക് സമസ്ത ഓഫീസുമായി ബന്ധപ്പെട്ട് എന്റെ MSR കട്ടാക്കാനും ഞാൻ ജോലി ചെയ്യുന്ന നാട്ടിലെ കമ്മിറ്റിയിൽ എന്റെ കപടമുഖം വെളിപ്പെടുത്താനും എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഒരു മുഅല്ലിം എഴുതി കൊടുത്തു ഒപ്പിടണം. ആർക്കാത് കൊടുക്കണമെന്നറിയോ? ആ യൂണിറ്റിലെ SKSSF. ഈ SKSSFിന്റേതാണ് ഇത് പ്രതിജ്ഞ. ഈ SKSSFിന് എഴുതി കൊടുത്തിട്ട് SKSSF ഇത് ഉറപ്പുവരുത്തിയിട്ട് ഓല പാർട്ടിക്കാരൻ തന്നെ ഈ പറഞ്ഞത് ശരിയാണെന്നും പറഞ്ഞിട്ട് വന്നാല് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിപ്പിക്കുന്ന മദ്രസാധ്യാപകനാണ് അദ്ദേഹം ഇന്നാലിനെ മദ്രസയിൽ പഠിപ്പിച്ചിട്ട് മദ്രസാധ്യാപനം തുടങ്ങിയിട്ട് ഇത്ര വർഷമായി എന്ന് രേഖപ്പെടുത്തുന്ന MSR മുഅല്ലിം സർവീസ് രജിസ്റ്റർ എന്നത് സമസ്ത കൊടുക്കുകയുള്ളൂ. ഇതൊക്കെ എഴുതണം. എഴുതുന്ന നേരത്തെ ഞാൻ പറഞ്ഞ എന്തിനാണെന്നറിയോ? ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ, ചെറുശ്ശേരി ഇപ്പൊ രണ്ടു പോയില്ലേ? ഇത് രണ്ടും ആളില്ലപ്പോ. ഇനി ആ സ്ഥാനത്തിന് വേറൊരാൾ വരുമ്പോ ആ ആൾ എഴുതണം. ഇങ്ങനെ കാലാന്തരത്തിൽ ഓരോരോ ആളുകളെ മാറുന്നതിനനുസരിച്ച് ഇന്നോല് പ്രസിഡന്റും ഇന്നോല് സെക്രട്ടറിയുമായിട്ടുള്ള സംസ്ഥാനം എഴുതേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ആശയപരമായി വലിയൊരു വ്യത്യാസമല്ല. പ്രസിഡന്റ് ആരാണ്, സെക്രട്ടറി ആരാണ്, ഏത് പ്രസിഡന്റ് ഏത് സെക്രട്ടറിന്റെ സമസ്ത, ഇതേ വ്യത്യാസമുള്ളൂ. രണ്ട് സമസ്തയും തിരിച്ചറിയാൻ ഇതേ മാർഗുള്ളൂ, വേറെ മാർഗല്ല. കുതുബ ഒരേ വിധമാണ്, നിസ്കാരം ഒരേ വിധമാണ്, ആശയം ഒന്നാണ്, ആദർശം ഒന്നാണ്, സുന്നത്ത് ജമാഅത്ത് എന്നത് ഒന്നാണ്, മദ്ഹബ് ഷാഫി മദ്ഹബാണ്, എല്ലാം കൊണ്ടും ഒന്നാണ്, സംഘടനയുടെ പേരും ഒന്നാണ്. സമസ്ത തന്നെ രണ്ട് സംഘടനക്കാരും ഉപയോഗിക്കുന്ന നാമം ഇത് തങ്ങളാണ് എന്നാ രണ്ടു കൂട്ടരും അവകാശപ്പെടുന്നത്. പക്ഷെ പേര് തിരിച്ചറിയണമെങ്കിൽ ഇന്ന സമസ്ത എന്നറിയണമെങ്കിൽ ഇന്ന പ്രസിഡന്റ് ഇന്ന സെക്രട്ടറി എന്നാണ്. ഇത് മുമ്പ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റും EK അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറിയുമായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞപ്പം വന്നത് ആനക്കര കോയട്ടി മുസ്ലിയാരും ചെറുശ്ശേരി സൈനിധി മുസ്ലിയാരും പ്രസിഡന്റും സെക്രട്ടറിയുമായാലായി. ഇനിയിപ്പോ ആരെ എടുക്കണമെന്ന് അറിയായിരിക്കുന്നേ ഉള്ളൂ. ആ പ്രസിഡന്റ് സെക്രട്ടറി വന്നിട്ട് വേണം ഇത് എഴുതി കൊടുക്കണമെങ്കിൽ. ഇതൊരു പരിതാപകരമായ അവസ്ഥയല്ലേ? അപ്പൊ യാതൊരു വിധത്തിലും മാറ്റമില്ലാത്തവരാണ് ഈ രണ്ടു സമസ്തക്കാർ. എന്നിരിക്കെ ഈ രണ്ടു സമസ്തക്കാരുടെയും പേരിൽ മഹല്ലുകൾ വിഘടിച്ചു പോയിട്ട് ഈ സംഘടനകൾ രണ്ടായി എന്നതിന്റെ പേരിൽ മാത്രം വിവാഹത്തിനുള്ള രജിസ്റ്റർ നൽകാതിരിക്കുകയോ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുകയോ ത്വലാഖ് സംബന്ധിച്ചുള്ള രേഖകൾ കൊടുക്കാതിരിക്കുകയോ മഹല്ലിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടാതിരിക്കുകയോ ചെയ്താൽ അത് വലിയൊരു സംഘടനയല്ലേ? ഈ അവസ്ഥ ഇവിടെ എല്ലായിടത്തും വന്നു തുടങ്ങിയിട്ടുണ്ട്. സാധാരണ നാട്ടുകാർക്കൊന്നും അറിയില്ല. കൈകാര്യം ചെയ്ത് നോക്കും മൂല്യന്മാരല്ലേ? പള്ളിക്കൽ മൂല്യന്മാരാണ് മദ്രസയിലെ കാര്യമൊക്കെ കൈകാര്യം ചെയ്യുക. അതേ മദ്രസയിലെ മൂല്യന്മാര് ലീവുണ്ടോ ഒപ്പുണ്ടോ എന്നറിയാൻ മുഫദ്ദിസുണ്ട്, രേഖയുണ്ട്. പക്ഷെ കമ്മിറ്റിക്കാർക്കൊന്നും നോക്കാറില്ല. സാധാരണ എല്ലാവർക്കും നടക്കൽ ഇങ്ങനെ തന്നെയാണ്. മൂല്യന്മാരാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുക. മൂല്യന്മാരിത് കൈകാര്യം ചെയ്തിട്ട് അവർക്കിഷ്ടമുള്ള അവരുടെ സംഘടനക്കാരാണെങ്കിൽ ഇതെല്ലാ ആനുകൂല്യങ്ങളും ഒപ്പിച്ചു കൊടുക്കും. അവരുടെ സംഘടനക്കാരല്ലെങ്കിലോ പരമാവധി അവരെ ദ്രോഹിക്കും. ഒരു പെണ്ണും ഒരു ചെറുപ്പക്കാരനും അവരുടെ സംഘടന അല്ലെങ്കിൽ കിട്ടില്ല എന്ന നിലക്ക് കാര്യങ്ങളിലെത്തിച്ചാൽ നമ്മുടെ നാട്ടിലുള്ള മഹല്ല് മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന നിലക്കുള്ള പരിഗണന കിട്ടാൻ എവിടെ പോകും? ഇത് നമ്മൾ ചിന്തിക്കണ്ടേ? ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. മഹല്ലിലെ മുസ്ലിമീങ്ങൾ ആലോചിക്കേണ്ടത് ഇതാണ്. ചെറുപ്പക്കാരിൽ കാര്യത്തിൽ ഉണരണം. എല്ലാവരും പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരായി അങ്ങനെ ഇരുന്നാ പോരല്ലോ. പ്രതികരണങ്ങൾ ഉയരണമല്ലോ. ആളുകളിൽ ഉണ്ടാവണം, തീർച്ചയായും വരണം. കാരണം ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നതാണ് ഇവരെല്ലാവരും അവകാശപ്പെടുന്ന ന്യായം. അത് വെച്ചുകൊണ്ട് ഭൂരിപക്ഷം മഹല്ലിലെ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്ന സംഘടന ഞങ്ങളുടേതാണ് അവർ. അപ്പൊ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളുടെ അംഗീകരണം പോയാല് പോകണമല്ലോ. ഇനിയിപ്പോ ഈ സംഘടനകൾ ഇനിയും പിരിവില്ലേ? നാളെ പിരിഞ്ഞൂടെ? പിരിയാൻ ഒരു പ്രസിഡന്റും ഒരു സെക്രട്ടറിയും തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ വമ്പിച്ച കോലാഹല ഒരു സംഘടനകൾക്ക്. സാധാരണ രാഷ്ട്രീയ സംഘടനകളിൽ എന്തൊക്കെയാണോ പ്രസിഡന്റും സെക്രട്ടറിയും തെരഞ്ഞെടുക്കാൻ വേണ്ടി നടക്കുന്ന പടലപ്പിണക്കങ്ങളും പിടിവലികളും ചരടുവലികളുമെങ്കിൽ അതൊക്കെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത സംഘടന മുബാറക്കായ ഔലിയാക്കന്മാരും ആരിഫ്യങ്ങൾ രൂപീകരിക്കപ്പെട്ട 90 കൊല്ലം മുമ്പുള്ള പഴക്കമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് വാഴ്ത്തപ്പെടുന്ന ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ആരെ പ്രസിഡന്റാക്കണം, ആരെ സെക്രട്ടറിയാക്കണം എന്നിടത്തെത്തുമ്പോ വമ്പിച്ച്
വടംവലികളാണ്. ഇത് സംഘടനാരംഗം അറിയുന്നവർക്കറിയാം. ഞാനതൊന്നും പറഞ്ഞ് പെരുപ്പിക്കുകയല്ല. ഞങ്ങളുടെ ലക്ഷ്യവും അതല്ല. ഇത്തരം ഓരോ പ്രമേയങ്ങളുമായി രംഗത്ത് വരുമ്പോൾ അതങ്ങ് പറയുക, അക്കാര്യത്തിൽ വസ്തുത പറയുക എന്നതാണ് ഞങ്ങളുടെ സംഘടനാപൂർവ്വത്തിന്റെ രീതി. ഇത്തരം സംസാരങ്ങളിൽ ഉദാഹരണമായി പറയാം, ഞങ്ങൾക്കിപ്പോൾ സ്റ്റേജ്, നിങ്ങളിപ്പോൾ ശ്രോതാക്കൾ, അതിന് പറ്റുന്ന സൗകര്യത്തിൽ കിട്ടുമ്പോൾ ആരാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ? എന്തിനാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്? എന്താണ് സമസ്തയുമായുള്ള ഞങ്ങളുടെ വിയോജിപ്പ്? ഇത്തരം കാര്യങ്ങളൊക്കെ ചുളിവിൽ പറയാനെങ്കിലും ഞങ്ങൾക്ക് സമയം കുറച്ച് നിർത്തൂടെ? സാധാരണ ഒരു മുതലെടുപ്പ് നടത്തുമല്ലോ. ഇതിന് പോലും ഞങ്ങൾ നിൽക്കാറില്ല. വഴത് പറയുന്നിടത്ത് വഴത്, ഒരു പ്രമേയത്തിൽ ക്യാമ്പയിൻ നടത്തുമ്പോൾ ആ പ്രമേയത്തിലെ ക്യാമ്പയിൻ, അങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പരിപാടികൾ നടത്തുമ്പോൾ അപ്പരിപാടികളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കഴിവതും ഫിത്നയും ഫസാദും പരത്താതെ വ്യാപിപ്പിക്കാതെ തലങ്ങൾ മാറ്റിയെഴുതാതെ ഒരേ തലത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ശരിക്കും മുസ്ലിമീങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ ബോധീകരിക്കുക എന്ന കർത്തവ്യമാണ് ഞങ്ങളുടെ ഗുരുമഹത്തുക്കൾ ഞങ്ങളെ പരിശീലിപ്പിച്ചത്. അതനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ രണ്ടു സമസ്തയിൽ ഏതാണ് സമസ്ത, ഏവരുടെ ആശയമാണ് ശരി എന്നതിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം ആശയപരമായ അഭിപ്രായ വ്യത്യാസമല്ല. പിന്നെ സംഘടനപരമായി ഭാരവാഹിത്വം ആർക്കാ കൊടുക്കേണ്ടി, ആർക്കാ വേണ്ടിയെന്ന് അത് ഓരോരുത്തരും അവരവരുടെ നേതാക്കൾ അവകാശപ്പെടും. അത് അവർ തീരുമാനിക്കട്ടെ. അതിലൊന്നും ഞങ്ങൾ പ്രവേശിക്കുന്നില്ല. മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം മഹല്ലുകൾ എന്ന പേരിൽ കാളികാവിലെ മുസ്ലിമീങ്ങൾക്ക് കാളികാവിന്റെ പേരിലുണ്ടായിരുന്ന മഹല്ല് അത് സമസ്തക്കാരെ മഹല്ലായാൽ പറ്റുമോ? ഈക്കക്കാരെ മഹല്ലായാൽ പറ്റുമോ? കാളികാവിന്റെ മഹല്ല് തന്നെ ആവണ്ടേ? കാളികാവിന്റെ മദ്രസ, കാളികാവിലെ നാട്ടുകാർ നടത്തുന്ന മദ്രസ, ആ മഹല്ല് കമ്മിറ്റി ശമ്പളം കൊടുത്ത് പഠിപ്പിക്കുന്ന മദ്രസ, അവിടെ പഠിപ്പിക്കപ്പെടുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകങ്ങൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റേതായി പോയി എന്നതുകൊണ്ട് അത് സമസ്തന്റെ മദ്രസയാകുമോ? പറയാനല്ലേ പറ്റുള്ളൂ. സമസ്ത ബോർഡ് അംഗീകരിച്ച മദ്രസ എന്നുള്ളതുകൊണ്ട് സമസ്തന്റെ മദ്രസയല്ല. ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചു, കുറെ കാലം ഇത് പറയിപ്പിച്ചു. ഗീബൽസിന്റെ തന്ത്രമുണ്ടല്ലോ, ഒരു നുണ അത് പറയുക, വീണ്ടും പറയുക, അത് തന്നെ ഉച്ചത്തിൽ പറയുക, അത് അത്യുച്ചത്തിൽ വീണ്ടും പറയുക, അങ്ങനെ ആ നുണ സത്യമായി ധരിക്കുക. ആ രീതിയിൽ സമുദായത്തെയും സമൂഹത്തെയും ഓരോരോ വാക്കുകളും ശീലങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അതങ്ങനെ തന്നെ പഠിപ്പിച്ച ആളുകൾ പറയാം, മൂത്രം കയറാൻ പള്ളിയിൽ കയറിയ ഇതിപ്പോ ഈക്കപ്പള്ളിയോ എപ്പിപ്പള്ളിയോ നമ്മളെന്ന് ചോദിക്കാതാ. ഇത് പറയുന്ന നമ്മൾ ചെറുപ്പക്കാർ ചോദിക്കുന്നത് ഈക്കപ്പള്ളിയോ എപ്പിപ്പള്ളിയോ? പള്ളി ഈക്കക്കോ എപ്പിക്കൊള്ളൂ, അള്ളാഹ്ക്ക് പള്ളിയില്ല. വന്നൽ മസാജിദിലില്ല. നമ്മളെ ഫിഖഹിന്റെ നിയമം പള്ളിയാക്കിയിട്ട് ഒരു സ്ഥലം വഖഫ് ചെയ്താൽ അത് അള്ളാഹ്ക്ക് പോയി. ഈക്കക്കും പോകില്ല, എപ്പിക്കും പോകില്ല, സംസ്ഥാനക്കും പോകില്ല, മുജാഹിദിനും പോകില്ല. പള്ളിയാക്കി എന്നാ പറയുന്നതെങ്കിൽ ആ പള്ളി അള്ളാഹ്ക്കുള്ളതാണ്. വന്നൽ മസാജിദിലില്ല. മസ്ജിദുകളെല്ലാം അള്ളാഹുവിനുള്ളതാണ്. ആ അള്ളാഹുവിന്റെ പള്ളി ഇപ്പൊ ഇല്ല. ഈക്കന്റെ പള്ളി, എപ്പിന്റെ പള്ളി. ഈക്കക്കാരോ ഈക്ക സമസ്തയോ ഉണ്ടായതിന്റെ ശേഷം ഈക്ക സമസ്തക്കാരുണ്ടാക്കിയ പള്ളിയാണോ കാളികാവിലെ പള്ളി, വണ്ടൂരിലെ പള്ളി, നമ്മളെ പരിസര പ്രദേശത്ത് എവിടത്തെങ്കിലും പള്ളി? അല്ല. സംഘടന ഉണ്ടാക്കിയ പള്ളി. ഇപ്പോഴത്തെ ഭിന്നിപ്പിന് ശേഷം കുറച്ച് മുജാഹിദ് പള്ളിയുണ്ട്, കുറച്ച് AP പള്ളിയുണ്ട്. പിന്നെ വല്ലയിടത്തും ഏതെങ്കിലും കൂട്ടര് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പള്ളി ഉണ്ടാകും. ഇതൊന്നും പള്ളി സംഘടന ഉണ്ടാക്കിയ പള്ളിയല്ല, ബാക്കിയല്ലോ മഹല്ലിലെ മുസ്ലിമീങ്ങളുടെ പള്ളിയാണ്. എല്ലാവരും കൂടി പിരിച്ചുണ്ടാക്കിയതോ ഒരു അറബി കൊടുത്തതോ അതെല്ലാവർക്കുമായി മഹല്ലിലെ മുസ്ലിമീങ്ങൾക്ക് മൊത്തമായി കിട്ടുന്നതാണ്. ഇനി ഒറ്റയ്ക്ക് പള്ളി ഉണ്ടാക്കിയെന്നറിയുന്ന സംഘടനക്കാരും അവരെ പണം കീശിയിലെടുത്തിട്ടുണ്ടാക്കിയ അവരുടെ സ്വന്തം പള്ളി അല്ലത്. പിന്നെ ഏതാ പള്ളി? അറബ് നാട്ടിലുള്ള ഏതെങ്കിലും ഉദാഹരണമായ അറബിയോട് അവിടെ ഒരു പള്ളിന്റെ ആവശ്യമുണ്ടെന്നോ അത്യാവശ്യമുണ്ടെന്നോ അതില്ലെങ്കിൽ ആകെ മുസ്ലിമീങ്ങൾ കുഴങ്ങിപ്പോകുന്നോ പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവരുന്ന പള്ളിയാണ്. ആ പള്ളി എല്ലാവർക്കും വേണ്ടി അറബ് കൊടുക്കുന്നത്, അങ്ങനെ തന്നെ അറബ് ഉണ്ടാക്കുന്നതും അറബിനോട് സംസാരിക്കുന്നതൊക്കെ ആ രീതിയിൽ തന്നെയാണ്. പക്ഷെ ഉണ്ടാക്കുന്നതാരാണോ അത് അവരുണ്ടാക്കിയ പള്ളിയാണെന്ന് പറഞ്ഞ് അവരുടെ പള്ളിയാക്കി രജിസ്റ്റർ ചെയ്യുകയും അത് അവരുടെ പള്ളിയാവുകയാണ്. മഹല്ലിലെ പള്ളി അങ്ങനെയൊന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല സഹോദരങ്ങളെ. ഇവിടെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. കാളികാവിലെ പള്ളിയിൽ പള്ളി ഭരണം സംബന്ധിച്ചോ അവിടുത്തെ ആരാധനാ ചട്ടങ്ങൾ സംബന്ധിച്ചോ ഭിന്നിപ്പുണ്ടായാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ തീരുമാനത്തിന് വിടും എന്ന് പണ്ടത്തെ കാലത്ത് എഴുതി വെച്ചതോ അല്ലെങ്കിൽ ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാരും ചെറുശ്ശേരി സൈനിധി മുസ്ലിയാരും പ്രസിഡന്റ് സെക്രട്ടറിയുമായിട്ടുള്ള സമസ്തയ്ക്ക് എന്നു തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ എഴുതി വെച്ചതോ മഹല്ലിൽ ഭിന്നിപ്പുണ്ടാകുമ്പോ അതിന്റെ മസാല വെച്ചാൻ പോകാനല്ലേ? മഹല്ല് വെച്ചാൽ മസാല വയ്ക്കാൻ പോകാൻ സമസ്തനെ ആക്കുകയോ ആശയപരമായി സമസ്തയുടെ ആശയമനുസരിച്ച് നടത്തുകയോ ചെയ്തു എന്നറിഞ്ഞാൽ അത് സമസ്തയ്ക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ട പള്ളി എന്നാണോ അതിന്റെ അർത്ഥം? ഇല്ല.
ഇങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. സമസ്തക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ട പള്ളി എന്ന് അതിനർത്ഥമില്ല. ഇതിന്റെ അവസാന വാക്ക് കുഴപ്പമുണ്ടാക്കുമ്പോ പറഞ്ഞു കൊടുക്കാൻ സമീപിക്കുക സമസ്തയായിരിക്കും. അത് ചിലയിടത്ത് കാവ്യായിരിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഓരോരോ സംഘത്തിന് രജിസ്റ്റർ ചെയ്യപ്പെട്ട നിലക്ക് മദ്രസ സമസ്തന്റേത്, പള്ളി സമസ്തന്റേത്, ഒരു മദ്രസ സമസ്തന്റേതല്ല. സമസ്തന്റെ ബുക്ക് എടുപ്പിച്ചെന്ന് മദ്രസ എന്നാ പറയാം. അത് നമ്മൾ നാട്ടുകാർ മനസ്സിലാക്കണം, ശീലിക്കണം. അത് ശീലിക്കാതിരുന്നാൽ ഒരുപാട് നമ്മൾ കുഴങ്ങിപ്പോകും. ഈ പ്രയോഗം മാത്രം മുതലെടുത്തുകൊണ്ട് അവിടുത്തെ എല്ലാ അധികാരവും സമസ്തയുടേതാണ് എന്ന് സമസ്ത പറ്റു പറയുകയും ആ അർത്ഥത്തിൽ തന്നെ അവകാശപ്പെട്ടുകൊണ്ട് ബോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണമായി, നിങ്ങളുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകന് അയാൾ അധ്യാപകനാണ് ആ മദ്രസയിൽ എന്നതിന് ആരാണ് രേഖ നൽകേണ്ടത്? സർവീസ് രജിസ്റ്റർ ശരിക്കും കൊടുക്കേണ്ടത് ആരാണ്? ഒപ്പിട്ട് നൽകേണ്ടത് ആരാണ്? ആ മദ്രസന്റെ കമ്മിറ്റിയല്ലേ? ആ മദ്രസന്റെ മാനേജിംഗ് കമ്മിറ്റിയല്ലേ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ആളാണ് ഇദ്ദേഹം എന്ന് എഴുതി കൊടുക്കേണ്ടത് മദ്രസാധ്യാപകന്? ഇതെങ്ങനെയാ സമസ്തന്റെ ഓഫീസിൽ എഴുതി കൊടുക്കുന്നത്? അപ്പോഴല്ലേ എപിക്കാർക്ക് കൊടുക്കൂല എന്നറിയുന്നത്, സംസ്ഥാനക്കാർക്ക് കൊടുക്കൂല എന്നറിയുന്നത് സമസ്തന്റെ ഓഫീസിൽ നിന്ന് എഴുതുമ്പോഴല്ലേ? നാട്ടിലെ ഓഫീസിൽ നിന്ന് എഴുതാണെങ്കിൽ അയാളൊരു മുഅല്ലിമാകാൻ പറ്റുമെങ്കിൽ, അയാൾ മുഅല്ലിമായിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് മഹല്ലിലെ കമ്മിറ്റിക്കാർ എഴുതി കൊടുക്കൂലേ? ഇത് മഹല്ലിലെ കമ്മിറ്റിക്കാർക്കുള്ള അവകാശം സംഘടന കൊണ്ടുപോകാണ്. സംഘടന എവിടെയാ? കോഴിക്കോട് ഓഫീസ് രജിസ്റ്റർ ചെയ്തൊരു സംഘടന. കോഴിക്കോട് ഓഫീസ് രജിസ്റ്റർ ചെയ്ത് എവിടങ്ങളിലോ കിടക്കുന്ന മൂല്യന്മാര് കൂട്ടായി ചേർന്നിട്ടുള്ള ഒരു സംഘമാണ് സമസ്ത. വിവിധ നാടുകളിലുള്ള മൂല്യന്മാര്, കണ്ണൂർക്കാര്, തിരുവനന്തപുരത്തുകാര്, കൊല്ലത്തുകാര്, മലപ്പുറംകാര് എല്ലാവരും ഇതിലുണ്ട്. എല്ലാ രാജ്യത്തു നിന്നുള്ളവരും ഒത്തുചേർന്നിട്ടുള്ള 40 അംഗ മുഷാവറ. ഈ മുഷാവറ ചേർന്നിട്ടുള്ള ഒരു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത് ഓഫീസ് പ്രവർത്തിക്കുന്ന ഒരു സംഘം. ഈ സംഘമാണോ നമ്മുടെ നാട്ടിലെ മഹല്ലിലെ മാനേജിംഗ് കമ്മിറ്റി? അവരുടേതാണോ നമ്മുടെ നാട്ടിലെ മദ്രസ? അവരാണോ അത് ഭരിക്കുന്നത്? അല്ല. നിർമ്മിച്ചത് നാട്ടുകാര്, നടത്തുന്നത് നാട്ടുകാര്. അറ്റകുറ്റപ്പണികൾ വല്ലതും വന്നാൽ അത് ചെയ്യുന്നത് നാട്ടുകാര്. അവിടെ വല്ല വിഷയങ്ങളും ഉണ്ടായാൽ അത് നടത്തുന്നത് നാട്ടുകാര്. അതിന് കേന്ദ്രീകരിച്ചൊരു നീർച്ചുണ്ടായ ചോറുണ്ടാക്കുന്നത് നാട്ടുകാര്. പരിപാടി ഉണ്ടായ പണം മുടക്കുന്നത് നാട്ടുകാര്. വയലുണ്ടായ സംഭാവന ചെയ്യുന്നത് നാട്ടുകാര്. എല്ലാം നാട്ടുകാര്, നടത്തുന്നതും നാട്ടുകാര്. പക്ഷെ മദ്രസ സമസ്ത. ഈ മദ്രസയ്ക്ക് ലീവ് കൊടുക്കുന്നത് ആരാ തീരുമാനിക്കാൻ? ഇന്നിന്ന ലീവുകൾ കാഷ്യൽ ലീവ്, ഇന്നിന്ന ലീവ് അല്ലാത്ത ലീവ്, ഇത്ര ലീവ് മെഡിക്കൽ ലീവ്. ഇത് സമസ്ത അവിടുന്ന് പാസ്സാക്കിയാൽ അത് നാട്ടുകാർ സ്വീകരിച്ചോളൂ. ഇത് എവിടുത്തെ നിയമമാണ്? ഇത് മസാലയില്ലതിന്. ഇത് നിങ്ങൾ ആലോചിച്ചറിയണം. ഒരു നാട്ടിലുള്ള ആ നാട്ടുകാരൻ നടത്തുന്ന മദ്രസയ്ക്ക് സർക്കാർ നിശ്ചയിക്കണമാതിരിയാണോ? സർക്കാരിന്റെ സ്കൂൾ പോലെയാണോ സമസ്തന്റെ മദ്രസ? സർക്കാരിന്റെ സ്കൂളിൽ ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്. സർക്കാർ ഗവൺമെന്റ് സ്ഥാപിച്ച സ്കൂളാണെങ്കിൽ കെട്ടിടം പണി നടത്തിയതും സർക്കാരാണ്. ഈ മാനേജ്മെന്റ് സ്കൂളാണെങ്കിൽ കെട്ടിടങ്ങളൊക്കെ മാനേജറായിരിക്കാം, മാനേജ്മെന്റിനായിരിക്കാം. പക്ഷേ ശമ്പളം കൊടുക്കുന്നത് എയ്ഡാണെങ്കിൽ സർക്കാരാണ്. സർക്കാരാണ് അവിടുത്തെ സൗകര്യങ്ങളെല്ലാം നടത്തിക്കൊടുക്കുന്നത്. സർക്കാർ നടത്തുകയും സർക്കാർ ശമ്പളം കൊടുക്കുകയും സർക്കാർ ജീവനക്കാരെ നിയമിക്കുകയും അല്ലെങ്കിൽ മാനേജ്മെന്റ് നിയമിച്ചത് അംഗീകരിച്ചുകൊണ്ട് ശമ്പളം കൊടുക്കുകയും ചെയ്യുമ്പോൾ സർക്കാരിന്റെ സ്ഥാപനം എന്നത് പറയുന്ന രീതിയിൽ സർക്കാർ പലതും ഓർഡറുകൾ പുറപ്പെടുവിക്കുമ്പോൾ അത് ആ മദ്രസന്റെ ആ സ്കൂളുകളുടെ മാനേജ്മെന്റോ നടത്തിപ്പുകാരോ അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണെന്നതുപോലെ നാട്ടുകാർ സ്ഥാപിച്ച, നാട്ടുകാർ നടത്തുന്ന, നാട്ടുകാർ ഭരിക്കുന്ന നാട്ടുകാരുടെ മദ്രസ, ആ മദ്രസയിലെ ലീവ് എങ്ങനെയാണ് മാനേജ്മെന്റ് സമസ്ത മദ്ര വിദ്യാഭ്യാസ ബോർഡ് നിശ്ചയിക്കുന്നത്? ഇത്ര ലീവിന് കാശ് കൊടുക്കണമെന്നും ഇത്ര ലീവിന് കാശ് വേണ്ടാന്നും, ഏതെങ്കിലും ഒരാൾ മരിച്ചാൽ അവിടെയെന്നും, ഒരു സംഘത്തിന്റെ സമ്മേളനം ഉണ്ടെങ്കിൽ അന്നൊക്കെ ലീവാണെന്നും, ആ ലീവിനൊക്കെ മുഅല്ലിമീങ്ങൾക്ക് ശമ്പളം കൊടുക്കണമെന്നും സമസ്ത വാസാക്കല. അങ്ങനെ എവിടെയെങ്കിലും ഷറയിൽ പറ്റുമോ? ഒന്നേൽക്കും പറ്റില്ലേ? ഇതിന് കർമ്മശാസ്ത്രത്തിനും പറ്റും. വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള മദ്രസ പഠനത്തിനും പഠിപ്പിക്കാനും വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ളതായ ഫണ്ടിൽ നിന്നും വഖഫ് സ്വത്തിൽ നിന്നാണ് ശമ്പളം കൊടുക്കേണ്ടതെങ്കിൽ ഇതൊക്കെ ഒരുപാട് ആലോചിക്കേണ്ടതുണ്ട്. ഇതിന്റെ മസാല വിഷയങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. മധ്യവേനൊരു അവധി,
റിപ്പബ്ലിക് കണ്ടിട്ടുണ്ട് അവധി. പണ്ടത്തെ കാലത്ത് നമ്മളാരെയും കേട്ടിക്കണോ? അവധിക്ക് ദോഷം പറയല്ല, കാലാന്തരേണ വരുമ്പോൾ കുറെ അവധികളൊക്കെ വരും. പക്ഷെ അതൊക്കെ അതത് നാട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതത് നാട്ടുകാരുടെ മാനേജ്മെന്റിൽ അവരവർ നൽകേണ്ടതല്ലേ? യോജിക്കനുസരിച്ച് എല്ലായിടത്തും ഒരുപോലെയാണോ അതൊക്കെ ചിട്ടാൻ? സർക്കാർ എന്തൊക്കെ അവധി നൽകുന്നോ അതൊക്കെ നമ്മൾ അവധി നൽകുക. ഇനി കുറച്ച് കഴിഞ്ഞാൽ ക്രിസ്തുമസിന് അവധി നൽകൂലേ? ശ്രീനാരായണ ഗുരു ജയന്തി അവധി നൽകൂലേ? ഇനി കുറച്ച് കഴിഞ്ഞാൽ ഗുരു സമാധി ദിനം, അതൊക്കെ സർക്കാരിന്റെ ഓരോരോ ദിവസങ്ങളാണ്. അതൊക്കെ നമ്മൾ അവധി കൊടുക്കാണോ? ഈ രീതിയിൽ സർക്കാരിന്റെ ഭരണം പോലെ നമ്മുടെ മദ്രസകളെ ഒരർത്ഥ സർക്കാർ സ്ഥാപനം എന്ന വിധത്തിൽ ഉയർത്തി നിന്നുകൊണ്ട് ഞങ്ങളുടെ മദ്രസ സമസ്തയുടെ മദ്രസ എന്ന് നമ്മളെ കൊണ്ട് പറയിക്കുക, എന്നിട്ട് അതിന് കേന്ദ്രീകരിക്കുക. അതിപ്പോ കുറച്ചുകൂടി ഗൗരവത്തിൽ കൊണ്ടുവന്നിട്ട് ആ മദ്രസയിൽ നടത്താൻ വിളിക്കുന്ന പാഠപദ്ധതിക്ക് പുറമെ അത് പഠിപ്പിക്കേണ്ട അധ്യാപകർ ഇന്നിന്റെ യോഗ്യതകളുള്ളവരായിരിക്കണം, അതിന് MSR സമസ്തയിൽ നിന്ന് കിട്ടിയവരാകണം എന്ന് ഓലൻ പാസ്സാക്കുക. ഈ MSR കിട്ടണമെങ്കിൽ വേണ്ട, അപ്പൊ ഞാൻ ഈ പറഞ്ഞത് പ്രതിജ്ഞാനാതിന്റെ ഒരു സ്ഥലം ഞാൻ പറയുന്നില്ല, SKSSF സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കമ്മിറ്റിയിലേക്ക് ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് SKSSFന് കൊടുക്കേണ്ട ഒരു അപേക്ഷ. ഇതിന് SKSFകാർ പറയുന്നത് പ്രതിജ്ഞാണ്. അവർക്ക് കൊടുത്തിട്ട് അവർ ഒപ്പിട്ട് അംഗീകരിച്ചിട്ട് സമസ്തയ്ക്ക് അയച്ചെങ്കിൽ അവർ പറയുന്ന ആള് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ഈ മദ്രസയിൽ പഠിപ്പിക്കുന്നു എന്ന് MSR കിട്ടും. സർവീസ് നിയമിച്ചതാരാ? ആലിയാവിലെ മാനേജിംഗ് കമ്മിറ്റി, മദ്രസ കമ്മിറ്റി, പള്ളി മദ്രസ കമ്മിറ്റി നിയമിക്കുന്നു. പള്ളി മദ്രസ കമ്മിറ്റി ചെലവ് കൊടുക്കുന്നു, അവർ തന്നെ ശമ്പളം കൊടുക്കുന്നു, അവർ തന്നെ നിയന്ത്രിക്കുന്നു. അവരുടെ എന്തെങ്കിലും വിവാഹാവശ്യമോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നാട്ടുകാർ തന്നെ ഒന്നിച്ച് അതെല്ലാം നിവൃത്തിയാക്കി കൊടുക്കുന്നു. എല്ലാം ചെയ്യുന്നത് നാട്ടുകാർ. സമസ്ത ചെയ്യുന്നതോ സ്റ്റാമ്പ് കൊടുത്തിട്ടൊരു പിരിവ്, പരീക്ഷയ്ക്കൊരു പിരിവ്, പാഠപുസ്തകത്തിന്റെ ഒരു പിരിവ്. ഒരു കൊല്ലത്തിൽ എത്ര പിരിവാണ് ഈ മദ്രസ അധ്യാപകരെ കൊണ്ട് മദ്രസ വിദ്യാർത്ഥികളെ കൂട്ടിയിട്ട് വെക്കുന്നത്? ഇത്തരത്തിലൊരു MSR കിട്ടണമെങ്കിൽ തന്നെ ആ മദ്രസ മുഅല്ലിമും മദ്രസയിൽ പഠിപ്പിച്ചാൽ പോരാ. സംസ്ഥാനക്കാരനോ AP സമസ്തക്കാരനോ അല്ലാന്ന് എഴുതി ഒപ്പിട്ടിട്ട് SKSSFന്റെ അംഗീകാരം വാങ്ങാൻ പാടുപെട്ടുകൊണ്ട് സംഘടനാ വാല് ചുരുട്ടി മടക്കിക്കൊണ്ട് അവനവൻ പഠിപ്പിച്ച ചെറിയ SKSSFന്റെ കുട്ടികളെ പോയി കണ്ടുകൊണ്ട് അവരുടെ കാൽക്കൽ വീണിട്ട് അവരുടെ ഒപ്പിന് വേണ്ടി കെഞ്ചി അപേക്ഷിച്ചുകൊണ്ട് കാലുകളിൽ പിടിച്ചുകൊണ്ട് നേടിയാലും പോരാ. ഇത് കിട്ടണമെങ്കിൽ ഇത്ര സുപ്രഭാതത്തിന്റെ വരിക്കാരെ ചേർക്കണം, ഇത്ര സുന്നി അഫ്താറിന്റെ വരിക്കാരെ ചേർക്കണം, ഇത്ര കുടുംബമാസികന്റെ വരിക്കാരെ ചേർക്കണം. ഈ രീതിയിലുള്ള വരിക്കാരെയൊക്കെ ഇത്ര പേരെ ചേർക്കണം ഈ മുഅല്ലിം. എന്നാലേ അയാൾക്ക് MSR കിട്ടുള്ളൂ, എന്നാലേ മുഅല്ലിം ക്ഷേമനിധിയിൽ നിന്ന് വല്ല ആനുകൂല്യവും കിട്ടുള്ളൂ. മുഅല്ലിം ക്ഷേമനിധി എന്താ? ഈ ക്ഷേമനിധി മദ്രസയിലെ പുസ്തകം വിറ്റ് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം. അത് വേണ്ട സമസ്തയ്ക്ക്. കാരണം ഒരു കൊല്ലത്തിൽ എത്ര ലക്ഷം കുട്ടികളാണ്, എത്ര ലക്ഷം കുട്ടികൾ, എത്രയാ കണക്ക് പറയണേ? 10,000 മദ്രസ, 9,500 എന്ന ഓരോരോ കണക്കാണ് ഓരോ ദിവസം. പണ്ടൊന്നും വരില്ല, അതൊക്കെ കാലത്തിന്റെ ആവശ്യമില്ല. ഒരു 4 മദ്രസ അംഗീകരിച്ചാൽ ഒരു 4 മദ്രസയും കൂടി അംഗീകരിച്ചു. ഇപ്പോൾ സമസ്തയ്ക്ക് ഇത്ര മദ്രസ. അതിന്റെ ഇടയിൽ അധികാർ കൊണ്ടേതുണ്ടാവും, ഇല്ലാതായി പോയ മദ്രസ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എന്നാലും സംഘം അങ്ങനെ തന്നെ ഇത്ര മദ്രസ. ഈ ഇത്ര മദ്രസയായി എന്ന് പറയുന്ന മദ്രസയിൽ ഇത്ര ലക്ഷം കുട്ടികളിൽ നിന്നാ കണക്കറിയണേ. ആ ലക്ഷം കുട്ടികളിൽ നിന്ന് 10 റുപ്യ വെച്ചിട്ട് ഒരു കുട്ടിയിൽ നിന്ന് പിരിച്ചാൽ എത്ര ലക്ഷം കിട്ടുന്നത്? അങ്ങനെ എത്ര ലക്ഷം എത്ര തവണയാ പിരിക്കുന്നത്? പരീക്ഷയ്ക്ക് ആവശ്യമുണ്ടാകാം, പാഠപുസ്തകത്തിന് വിലയുണ്ടാകാം. ഈ വിലയും പരീക്ഷയുടെ ആവശ്യമൊന്നുമില്ലാതെ സ്റ്റാമ്പ് വെച്ചിട്ടും അല്ലാതെയും സമ്മേളനത്തിന്റെ പറഞ്ഞും സർക്കുലറുകൾ ഇടയ്ക്കിടെ അയച്ചും മുഫത്തിസിനെ കൊണ്ട് പറയിച്ചും സദർ മുഅല്ലിമിനെയും റേഞ്ചിനെയും സ്വാധീനിച്ചും എത്ര പിരിവുകളാണ് ഒരു മദ്രസയിൽ നടക്കുന്നത് എന്ന് ഒരു മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയുടെ രക്ഷിതാവ് ആലോചിക്കട്ടെ. കൊടുക്കുന്നത് കൊണ്ടല്ല, വാങ്ങുന്നത് വാങ്ങും ചെയ്തോട്ടെ, അക്കാര്യം പറയുകയല്ല. ഇതാണ് സമസ്ത അംഗീകരിച്ചു എന്നതുകൊണ്ട് ആ മദ്രസയുമായി സമസ്ത ചെയ്യുന്ന സേവനം. അക്കൂട്ടത്തിൽ ഒന്നുണ്ട്, അവിടുത്തെ അധ്യാപകർ പാവപ്പെട്ടവർക്ക് മാസാന്തം കിട്ടുന്ന വേതനത്തിൽ നിന്ന് ഒരു ദിവസത്തെ അവരുടെ വേതനം മുഅല്ലിം ക്ഷേമനിധിയിലേക്ക് അവർ സംഭാവന ചെയ്യുന്ന നിർബന്ധം. ഇത് സംഭാവന ചെയ്യണം. അവിടെ APക്കാരുമാവാം, സംസ്ഥാനക്കാരുമാവാ, സമസ്തക്കാരുമാവാ, മുജാഹിദുണ്ടെങ്കിൽ ഓരും ആവാ, ജമാഅത്തുകാരുണ്ടെങ്കിൽ അവരും ആവാ. ആർക്കും ഈ പൈസ കൊടുക്കാം. ആരുടെ പൈസയും സമസ്തക്ക് വേണം, വിദ്യാഭ്യാസ ബോർഡിന് വേണം. അവിടെ യാതൊരുവിധ സംഘടനാ വ്യത്യാസവുമില്ല. വാങ്ങി വെക്കുമ്പോ ഇതേ വാങ്ങി വെക്കുന്ന സംഖ്യ അതുകൊണ്ട് കച്ചവടം ചെയ്തോ
കോടിക്കണക്കിന് രൂപകളായി ശേഖരിക്കപ്പെട്ടിട്ടുള്ള മുഅല്ലിം ക്ഷേമനിധി എന്ന ആ ഫണ്ടിൽ നിന്ന് ആ മുഅല്ലിമിന് അവകാശപ്പെട്ട ഏതെങ്കിലും ഒരു വീടുണ്ടാക്കുന്നോ, ഉമ്മാന്റെ ബാപ്പാന്റെ ചികിത്സക്കോ, അല്ലെങ്കിൽ വീടിന്റെ റിപ്പയറിനോ, അല്ലെങ്കിൽ മരണാനന്തര നടപടികൾക്കോ, അല്ലെങ്കിൽ വിവാഹത്തിനോ, ഇതിനൊക്കെ അപേക്ഷിക്കുമ്പോൾ സാധുവായ ഒരു മുഅല്ലിമിന് ഈ അപേക്ഷിച്ചനുസരിച്ച് അയാളിൽ നിന്ന് ആദ്യത്തെ സംഭാവന ഒരു ദിവസത്തെ വേതനം വാങ്ങിവെച്ചിട്ടുള്ള ആ ഫണ്ടിൽ നിന്ന് കിട്ടാൻ അയാൾ എന്തു വേണം? MSR ഉള്ള ആളാകണം. പോരാ, അവിടുത്തെ പ്രാദേശിക SKSSFന്റെ അഭിപ്രായപ്രകാരം ഇയാൾ ഇതെല്ലാ അർത്ഥത്തിലും സമസ്തയുടെ ആളാകണം. പോരാ, ഇയാള് സുന്നി അഫ്കാറിന് ഇത്ര വരിക്കാറുണ്ടാക്കി കൊടുക്കണം. ഇപ്പൊ സുപ്രഭാതം എന്നൊരു പത്രമുണ്ട്, ചന്ദ്രിക പൊടിച്ചുണ്ടാക്കിയതായിരിക്കും ഇത്. ഏതായാലും ഈ പത്രത്തിന് ഇത്ര ആളെ കൊടുക്കണമെന്ന്. നമ്മളെ ഈ കേരളത്തിലെ മുസ്ലിമീകളൊക്കെ ഏതടിസ്ഥാനത്തിൽ എന്തിനാണ് സമസ്തയെ പിന്തുണക്കുന്നതെന്നൊന്ന് വിലയിരുത്തി ചിന്തിക്കുക. ആ വിലയിരുത്തി ചിന്തിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും ആരാണോ തീറ്റിപ്പോറ്റിയത്, ആരാണോ വളർത്തിയുണ്ടാക്കിയത് അക്കൈക്ക് കൊത്തുന്ന നടപടിയാണ് വാസ്തവത്തിൽ സംഘടനാപരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും, പത്രത്തിന്റെ അർത്ഥത്തിലും, സംഘടനയുടെ അർത്ഥത്തിലും, വിദ്യാർത്ഥി സംഘടനയുടെ അർത്ഥത്തിലുമെല്ലാം അക്കാര്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥി സംഘടന ഇപ്പൊ സമസ്തക്കും അതുപോലെ AP സമസ്തക്കും അതുപോലെ മുജാഹിദ് വിഭാഗത്തിലും ഇങ്ങനെ മതസംഘടനകൾക്കേ ഉള്ളൂ. മറ്റേ സംഘടനകളൊക്കെ ഒരു വകയാണ്. KSU, SFI, MSF ഇതൊന്നും ഇപ്പൊ ഇല്ല. പേരിനെങ്ങനെ ഉണ്ട് എന്ന് മാത്രം ഉണ്ടെങ്കിൽ തന്നെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് SKSSF, SSF. അങ്ങനെ തന്നെ മൂല്യന്മാരും കുറച്ച് കുട്ടികളും വിചാരിച്ചാൽ അതാണ് ചടുലമായി പ്രവർത്തിക്കൂ. അങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഉണ്ടാക്കി ശേഷിയുള്ള കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ സംഘടനാവൽക്കരിച്ചുകൊണ്ടാണ് നമ്മുടെ മക്കളെ അവർ വളർത്തുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്തിനാ? ദീൻ പഠിപ്പിക്കാൻ, ദീനിന്റെ അഖീദ പഠിപ്പിക്കാൻ, ദീനിയാത്ത് പഠിപ്പിക്കാൻ, അമലിയാത്ത് പഠിപ്പിക്കാൻ, അഖ്ലാഖ് പഠിപ്പിക്കാൻ. ഇതിന് വിടുന്ന മക്കളെ നന്ന കുട്ടിക്കാലത്ത് SBS സുന്നി ബാലസംഘം, സുന്നി ബാലവേദി ചെറുപ്പത്തുടങ്ങുക. അതിന് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് SKSSF. നീ SKSSFന്റെ ഒപ്പാ കിട്ടേണ്ടി. ആർക്ക് കിട്ടേണ്ടത്? മദ്രസ അധ്യാപകൻ. അയാൾക്ക് ക്ഷേമരീതിയിൽ നിന്ന് വല്ലതും കിട്ടണമെങ്കിൽ അയാൾ മദ്രസ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, ഇത്ര കൊല്ലായി പഠിപ്പിക്കുന്നത് ഇന്ന മദ്രസയിൽ എന്നതിന് ആരൊപ്പിട്ടണം? SKSSFകാരന്റെ അംഗീകാരം കൊണ്ട് ഒപ്പിട്ടണം. SSFകാരെ ഇന്നലെ മിഞ്ഞാന്ന് SDV കഴിഞ്ഞിട്ടാണ് പോയിച്ചുള്ളൂ. 10ാം ക്ലാസ് പഠിക്കേക്കും, അല്ലെങ്കിൽ +2 പഠിക്കേക്കും. ഈ +2 പഠിക്കുന്ന കുട്ടിന്റെ ഒപ്പ് കിട്ടണം. 70 80 വയസ്സായ മുഅല്ലിമിന് അയാൾ മുഅല്ലിമാണ് എന്ന് സാക്ഷ്യപ്പെടുത്താൻ. എത്ര മോശമായത്! അവർ ഒപ്പിട്ട് കൊടുക്കണമെങ്കിലോ ഇന്നാലിന്റെ പത്രത്തിന് ഇത്ര വരിക്കാരുണ്ടാക്കണം. ഈ സാധു 80 70 വയസ്സായ ആൾക്കാർക്ക് ഈ മദ്രസ ഇത്ര വരിക്കാരുണ്ടാക്കാൻ പറ്റുമോ? ഏതെങ്കിലും മാസികക്കോ ഏതെങ്കിലും പത്രത്തിനോ വരിക്കാരുണ്ടാക്കാൻ അവർക്ക് കഴിയോ? ഇതൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ കിട്ടൂല മുഅല്ലിം ക്ഷേമനിധി. ഈ അവസ്ഥയിലേക്ക് എത്തിച്ചാൽ എന്തിനും സംഘടന തങ്ങളുടെ സംഘടന. ആ തങ്ങളുടെ സംഘടനയിൽ നിൽക്കുന്നവർക്ക് മാത്രം ജോലി, അവർ അംഗീകരിക്കുന്ന സർവീസ് രജിസ്റ്ററുള്ളവർക്ക് മാത്രം മദ്രസയിൽ പഠിപ്പിക്കാൻ യോഗ്യത, അവർക്ക് മാത്രം പള്ളിയിൽ ഖതീബും, അവർക്ക് മാത്രം പള്ളിയിൽ ഖാദിയും, അവർക്ക് മാത്രം പള്ളിയിലെ മുക്രിപ്പണിയും, അവർക്ക് മാത്രം പള്ളിയിലെ ജീവനവും ഈ ജീവിതവും എന്ന നിലവാരത്തിലേക്ക് എത്തിക്കുകയും എത്തിച്ച ശേഷം നാട്ടുകാരെ ആ വഴിക്ക് നിർബന്ധിതമാക്കുകയും ചെയ്യുക. നാട്ടുകാർക്ക് പൂതില്ലെങ്കിലും എന്ത് ചെയ്യാനാണ്? ഒരു സമസ്തന്റെ മദ്രസയില്ലേ? അപ്പൊ സമസ്ത പറയുമ്പോൾ കേൾക്കില്ല, നിവൃത്തിയില്ല എന്നല്ല നാട്ടുകാർ. പാവം പച്ചപ്പാവങ്ങൾ നാട്ടുകാർ അറിവില്ലാഞ്ഞിട്ടാ കൂട്ടരെ, ബോധമില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. സമസ്ത പറഞ്ഞാൽ എന്താ ഒരു ഫലമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപദ്ധതി അനുസരിക്കണം എന്ന് എഴുതി കൊടുത്തതുപോലെ ഒരു കാര്യവും ഉണ്ടാതെ ആ പാഠപദ്ധതി അവസാനിപ്പിക്കാൻ നാട്ടിലേക്ക് പറ്റും. ഒരു കുസവും വരല്ല, ഒരു കേസും വരില്ല. അങ്ങനെ നിങ്ങളുള്ളൂ. ഒന്ന് ആലോചിക്കുകയാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപദ്ധതി അനുസരിച്ചിട്ട് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അംഗീകരിക്കണം, എഴുത്തരണെന്ന് എഴുതി കൊടുത്തല്ലോ. അങ്ങനെയാണ് നമുക്ക് മദ്രസന്റെ അംഗീകാരം കിട്ടുന്നത്. അംഗീകാരം കിട്ടിയ അവിടുന്ന് കണ്ടൊന്നുമില്ല, ഇവിടുന്ന് അങ്ങട്ടേ ഉള്ളൂ. വിൽക്കുന്ന പൈസ അങ്ങട്ടാണ്, പരീക്ഷന്റെ ഫീസും അങ്ങട്ടാണ്, പിരിവിന്റെ ഫീസും അങ്ങട്ടാണ്. നമ്മളങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ട് തീർച്ചയായും ഒരു മദ്രസ നഷ്ടപ്പെടാതിരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കും സമസ്ത. ആ സമസ്തയെ പേടിച്ചിട്ട് നമ്മൾ മദ്രസയിൽ നമ്മൾ മുഅല്ലിമിനെ നിശ്ചയിക്കണമെങ്കിൽ MSR ആണെന്നാണ് വിളിക്കേണ്ടതുണ്ടോ?
MSR ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങളെ മദ്രസ പഠിപ്പിക്കാം, ഞങ്ങൾക്ക് ആളെ നിശ്ചയിക്കാൻ കഴിയുള്ളൂ, നീ പോ എന്ന് പറഞ്ഞാൽ ആരെന്ത് പറയും? ആരെന്ത് കാട്ടും? ഇത് പറയാനുള്ള ആർജവം ഈ നാട്ടുകാർക്കുണ്ടാവണം, മാനേജിംഗ് കമ്മിറ്റിക്കുണ്ടാവണം, നമ്മുടെ നാട്ടിലെ മഹലിന്റെ അധികാരികൾക്കുണ്ടാവണം. ഇതുണ്ടാവേണ്ടത് തന്നെയല്ലേ? നമ്മുടെ നാട്ടിലെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ ആരാ കൂടുതൽ അറിയുക, ആരെയാ കൂടുതൽ പറ്റുക എന്ന് നമ്മക്കല്ലേ നല്ലോ അറിയാം. ഇവരെ സംഘടനക്ക് പറ്റിയില്ലെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന എത്രയോ ആൾക്കാരില്ല. APക്കാരായി എന്നതുകൊണ്ട് മാത്രം കുട്ടികളെ ദീനിയായി വളർത്തൂലാന്നാണോ? ഈക്കക്കാരായി എന്നതുകൊണ്ടും SKSF വളർന്നു എന്നുള്ളതുകൊണ്ട് മാത്രം കുട്ടികളെ നല്ലോണം പഠിപ്പിക്കാൻ കഴിയുന്നതാണോ? അങ്ങനെയൊന്നുണ്ടോ? നിങ്ങൾ കേട്ടിരുന്നോ? അത് ഒരു സംഘത്തിലുമില്ല. എല്ലാത്തിനുണ്ടാകും പറ്റുന്നവരും പറ്റാത്തവരും, യോഗ്യന്മാരും യോഗ്യതയില്ലാത്തവരും. യോഗ്യതയുള്ളവരെ നമ്മൾ പരിശോധിച്ചിട്ട് നമ്മളെല്ലാം നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കാതില്ലേ, നമ്മുടെ നാട്ടിൽ മാലിന്യങ്ങളില്ലേ, നമ്മുടെ നാട്ടിലെ സ്വതറില്ലേ? ഈ സ്വതറിനൊന്നും നോക്കാൻ വയ്യ. സ്വതറിനെ അടക്കം നിയന്ത്രിക്കുന്നു. റേഞ്ചിൽ അങ്ങനെ കിട്ടും. എന്താ ഇവിടുത്തെ മാലിന്യങ്ങൾ ചേർന്നതായി ഇവിടുത്തെ റേഞ്ച്, കാളികാവ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. കാളികാവ് റേഞ്ച് എന്നുള്ളത് അവർ നിശ്ചയിക്കുന്ന ഒരു മേഖലയാണ്. ഈ മേഖലയിലുള്ള മദ്രസയിലെ അധ്യാപകരുടെ കൂട്ടായ്മ. പക്ഷെ അതിൽ ചിലർ അംഗത്തുള്ളവരാ, ചിലർ അംഗത്തുള്ളവരാ. റേഞ്ചിൽ അംഗത്വമല്ല, അംഗത്വമുണ്ട്. അംഗത്വം വേറെ എടുക്കണമല്ലോ. നിങ്ങളുടെ റേഞ്ചിൽപ്പെട്ട മദ്രസക്ക്, കാളികാവ് റേഞ്ചിൽപ്പെട്ട മദ്രസയാണ് നിങ്ങളുടെ ഇവിടുത്തെ മദ്രസയെങ്കിൽ ആ മദ്രസയിലെ മുഅല്ലിമിന് റേഞ്ചിൽ അംഗത്വം കിട്ടാനും നൽകാനും അവകാശം നിങ്ങൾക്കാണ്. അത് നിങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം, നിങ്ങളെ മദ്രസ റേഞ്ചിൽപ്പെട്ടതാണെങ്കിൽ. പക്ഷേ ഇവിടുത്തെ മദ്രസയിൽ നിങ്ങൾ നിശ്ചയിച്ച മുഅല്ലിമിന് റേഞ്ചിൽ അംഗത്വം നൽകൂല സമസ്ത. എന്നിട്ട് എന്താ കാര്യം? ഇയാൾ നടത്തുന്ന ക്ലാസ്സിൽ പരീക്ഷ നടത്തൂല എന്ന് പറയും. ഇയാൾക്ക് റേഞ്ചിൽ അംഗത്വമില്ലെങ്കിൽ അയാൾ മദ്രസയിൽ റേഞ്ചിൽ യോഗത്തിന് പോയിട്ടില്ലെങ്കിലും അയാൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റൂല, അയാൾക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ നിയമമാക്കി വെക്കുകയാണ്, കൽപ്പിക്കുകയാണ്. കൽപ്പിച്ചതൊക്കെ ആളുകളെ കൊണ്ട് അങ്ങനെ തന്നെ പ്രവർത്തിപ്പിക്കുകയാണ്. പാവപ്പെട്ട ആൾക്കാര് സമസ്തന്റെ മദ്രസയല്ലേ, നമ്മളെ നാട്ടാണ് സമസ്തന്റെ മദ്രസയല്ലേ. എന്ത് സമസ്തന്റെ മദ്രസ? കെട്ടിടം സമസ്തന്റെതാ, ചെലവ് സമസ്തന്റെതാ, ഭക്ഷണം സമസ്തന്റെതാ, ശമ്പളം സമസ്തന്റെതാ, ഒന്നും സമസ്തയുടേതല്ല. പഠിപ്പിക്കാൻ വേണ്ട പുസ്തകങ്ങൾ അവർ നൽകുന്നു, അതിന് പണവും ഈടാക്കുന്നു. ഞങ്ങളും അങ്ങനെ തന്നെ. ആ സംസ്ഥാനങ്ങളുടെ മദ്രസ എന്ന് പറഞ്ഞാലും അതിനെ അർത്ഥമുള്ളൂ. സംസ്ഥാനക്കാർക്ക് അതിലൊരു പങ്കൊന്നുമില്ല, സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിന് അതിലൊരു പങ്കുമില്ല. അവിടുത്തെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ, അക്കാദമികമായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടിട്ടുള്ള സിലബസിന്റെ കാര്യവും പരീക്ഷയുടെ കാര്യവും അതൊക്കെ അതിന് വരുന്ന ചെലവ് ഈടാക്കിക്കൊണ്ട് തന്നെ അതത് വിദ്യാഭ്യാസ ബോർഡുകൾ നടത്തുന്നു. ഈ AP സമസ്തി അങ്ങനെയാണ്, ദക്ഷിണ വിദ്യാഭ്യാസ ബോർഡും അങ്ങനെയാണ്, മുജാഹിദ് വിദ്യാഭ്യാസ ബോർഡും അങ്ങനെയാണ്. അതൊക്കെ അങ്ങനെ തന്നെ, അതേപോലെ തന്നെ സമസ്തിയുള്ളൂ. പക്ഷേ സമസ്ത വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ച പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ചാൽ നമ്മൾ നാട്ടുകാർ പറയാം സമസ്തന്റെ മദ്രസ, അവിടെ നിശ്ചയിക്കുന്ന ഒക്കെ സമസ്ത വേണം. ഏത് യോഗത്തിന് പോകണം മുഅല്ലിമിന്, ഏത് യോഗത്തിന് പോയാൽ മുഅല്ലിമിന് വേതനം കൊടുക്കണം, ഏത് യോഗത്തിന് പോയാൽ കൊടുത്തൂടാ, തീരുമാനം സമസ്താലയത്തിൽ നിന്ന്, കോഴിക്കോട്ടെ ഓഫീസിൽ നിന്ന്. അത് നടപ്പാക്കാൻ ബാധ്യസ്ഥരായി നമ്മളെ മാനേജിംഗ് കമ്മിറ്റികൾ നടത്തുന്ന മദ്രസക്കാർക്ക് ഒരു അധികാരവുമില്ലാതെ മഹല്ലിന്റെയും മഹല്ലിലെ സ്ഥാപനങ്ങളുടെയും ഭരണാധികാരികളെ നോക്കുകുത്തികളാക്കി വെക്കുന്നു. കേവലം നോക്കുകുത്തികളായ മാനേജ്മെന്റുകളാക്കി നമ്മുടെ മഹല്ലിനെയും നമ്മുടെ മദ്രസകളെയും നമ്മുടെ പള്ളികളെയും നമ്മുടെ സ്ഥാപനങ്ങളെയും ആക്കിയിട്ട് അതിന് നമ്മൾ ഇരയായി പഞ്ചപുച്ഛമടക്കി കൊടുത്തുകൊണ്ട് ഇതികഭ്യപിതാമൂഢരായി ഇവരുടെ ഈ തോന്യാസങ്ങൾക്ക് മുമ്പിൽ നിന്നു കൊടുക്കണമെന്നാണ്. ഇതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നടപ്പാക്കാനാണ് ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള നിയമങ്ങളും സൂത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് വിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഓരോ ദിവസം യോഗം കൂടിയിട്ട് ഓരോന്നാണ്. ഭർസകൾ പറയാൻ ഞങ്ങൾ തന്നെ നോക്കി എന്ന് വന്നതായി ഒരു സമസ്തയും, എങ്ങനെ വന്നതായി ഒരു സമസ്തയും, എന്നാണ് ഇവരുടേതായി സമസ്ത, ഇതൊന്നും ആലോചനല്ല. തലമുറകളായി ഇങ്ങനെ കടന്നു പോകുന്ന ഒരു പരിപാടിയല്ലേ ഇതൊക്കെ. ഇതിൽ ഓരോരുത്തരും കടന്നു വരുന്ന കാലത്ത് ഓരോന്നുണ്ടാക്കും. പണ്ടത്തെ കാലത്തൊന്നുമില്ലേ? എത്രയെത്ര മഹാസാരഥികൾ, എത്രയെത്ര മഹാരഥന്മാർ, എത്രയെത്ര പരമസാത്വികന്മാർ നയിച്ചിട്ടുള്ള സംഘമാണ് ഈ സംഘം. എങ്ങനെയൊക്കെയാണ് സമസ്തക്ക് മദ്രസകൾ ഉണ്ടാക്കിയെടുത്തത്. ആയിരക്കണക്കിന് മദ്രസകൾ 1950കളിലും 60കളിലും 70കളിലുമായിട്ട് സമസ്തക്കുണ്ടായിട്ടില്ലേ? ആ ഉണ്ടായ മദ്രസകളൊക്കെ ഭിന്നിച്ചപ്പോഴും പോകാതെ അങ്ങനെ ഒന്ന് തുടർന്നോട്ടെ എന്ന് വെച്ചത് നാട്ടിൽ ഫസാദ് ഉണ്ടാകണ്ട, കോണമായ സ്റ്റാറ്റസ് കോ എന്നൊരു ഇടപാടുണ്ടല്ലോ, അങ്ങനെ പോയാല് ഇവിടെ കുഴപ്പമുണ്ടാവില്ലോ എന്ന് പറഞ്ഞില്ലേ അധികം ആളുകളും നിൽക്കുന്നത്. അതുകൊണ്ടല്ലേ സമസ്തക്ക് ഈ മദ്രസക്ക് നിൽക്കുന്നത്. അല്ല APക്കാരോട് വന്ന കൂട്ടത്തിലാണ് വന്നിട്ട് എല്ലാവരും APക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈക്കക്കാർക്ക് ഇവിടെ മദ്രസ ഉണ്ടോ? APക്കാരന് ആലോചിച്ചു നോക്കി. ഇപ്പോൾ ഇവിടെ എന്റെ നാടിന്റെ അടുത്ത് കുണ്ടുതോടി
കുണ്ടുതോടൊരു മദ്രസ. ഒരു മദ്രസയിൽ ഈക്ക സമസ്തയുടെ സിലബസ് അനുസരിച്ചാണ് ആ മഹലിന്റെ ഒപ്പമുള്ള മദ്രസ നടത്തുന്നത്. മാറ്റാൻ കലഹം കൂടുമ്പോൾ ഏതെങ്കിലും കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അങ്ങനെ തന്നെ പോരാ ഇന്ന് വരെയും. ഇപ്പൊ ഇക്കൊല്ലം വന്നപ്പോ ഏപ്പിക്കാർ കുട്ടികളാണ് അവിടെ മദ്രസ മാറ്റുന്നത്. എന്റെ നാട്ടിൽ നിന്ന് കുട്ടികളെ കണ്ടപ്പോ ചോദിച്ചു നോക്കുമ്പോ അവർ സംസാരിച്ചപ്പോ അവിടെ ഇതിന്റെ മദ്രസയിൽ നിങ്ങൾക്ക് അധ്യാപകർ കിട്ടുമെന്ന് ചോദിച്ചപ്പോ അതിപ്പോ അങ്ങനെ എങ്ങനെയാ ഏപ്പിക്കാരിപ്പുറത്തൊരു മദ്രസ തുടങ്ങി. അവരുടെ മദ്രസ പോലെ അങ്ങനെ നടത്തി. ഈ മദ്രസ സിലബസ് അനുസരിച്ചുകൊണ്ട് തന്നെ തറവാട് മദ്രസ, പാരമ്പര്യ മദ്രസ പള്ളിയുടെ കീഴിൽ നടത്തുന്നു. പക്ഷേ അധ്യാപകർക്ക് നിയമിക്കുന്നു നോക്കൂ തന്നെ ആ രീതിയിലായപ്പോ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ നമുക്ക് വേണ്ട, ഇങ്ങനത്തെ നമുക്ക് ആവണ്ട എന്ന നിലയിൽ സമസ്തൻ ഇട്ടൊഴിഞ്ഞു പോയതാണ് അത്രയും മദ്രസ. അങ്ങനെ ഇട്ടൊഴിഞ്ഞാൽ പോകുന്നിട്ട് മദ്രസ നടത്തുന്നില്ല. ഏപ്പിക്കാരെ നടത്തുന്നിട്ട് ഏപ്പിക്കാരും ഈക്കക്കാരുമായിട്ട് മാറിയാലും ഒരു വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ ആ വിഷയം പറയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല. ആരാണ് എവിടെയാണ് കുഴപ്പമുണ്ടാക്കുന്നത്? 89 കുഴപ്പമുണ്ടാക്കുമ്പോൾ നിലവിലിരിക്കുന്ന പള്ളികളിലേക്ക് കടന്നു വന്നിട്ട് ആ പള്ളികളും മഹല്ലുകളും പിടിച്ചടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭാഗത്ത് മുന്നിൽ നിന്നിരുന്നത് AP വിഭാഗമാണ്. അന്ന് ഞങ്ങൾ പീസ് ക്യാമ്പയിൻ നടത്തിയപ്പോൾ പള്ളികൾ നടക്കുന്ന മാതിരി നടക്കട്ടെ, മദ്രസകൾ നടക്കുന്ന മാതിരി നടക്കട്ടെ, പൂട്ടിക്കാനും വെട്ടിമുറിക്കാനും കുഴപ്പമുണ്ടാക്കാനും കലഹമുണ്ടാക്കാനും പോലീസുകാരെ കൊണ്ടുവന്നിട്ട് മുദ്രയടിച്ചിട്ട് ഭീതിജനകമായ അവസ്ഥ നാട്ടിൽ സൃഷ്ടിച്ചിട്ട് മദ്രസയിലേക്ക് ഓടിക്കേറി കെതിച്ച് പഠിക്കാൻ വേണ്ടി വരുന്ന മക്കളെ പോലീസിനെ കാട്ടി പേടിപ്പിക്കുന്നതായ ചിത്രങ്ങൾ പത്രങ്ങളിൽ വരുമ്പോൾ ഇതൊക്കെ ഭീകരമായ അവസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി പീസ് ക്യാമ്പയിൻ ഞങ്ങളുടെ സുന്നി യുവജന ഫെഡറേഷൻ നടത്തിയപ്പോ അന്ന് അതിന് ഇരയായിട്ടുള്ളതും അന്ന് അതിൽ പരിക്ക് പറ്റിയിട്ടുള്ളതും ഏപ്പിക്കാരായിരുന്നു. കാരണം ഓലാണല്ലോ മഹല്ല് പിടിക്കാനോ വരുന്നത്, നിലവിലുള്ള ആക്കാൻ വരുന്നത്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഏക്കക്കാരൊപ്പാന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് പറയുമ്പോ മഹല്ലുകൾ മുഴുവൻ സ്വന്തമാക്കിയിട്ട് മറ്റേ കൂട്ടരെ അടുപ്പിക്കരുത് എന്ന നിലപാടിൽ സൂത്രങ്ങളും കുതന്ത്രങ്ങളും വിലയുന്നത് മറുപക്ഷമാണ്. പക്ഷേ മഹല്ലുകൾ ശിഥിലീകരിക്കപ്പെടുന്നു എന്നതാണ് ഞങ്ങളുടെ വിഷയം. അതാരാണോ നടത്തുന്നത് അവരായിരിക്കും ഏൽക്കുന്നവർ, ഇരകളവരായിരിക്കും. ഞങ്ങളുടെ കുന്തമനകൾ അങ്ങോട്ട് തിരിയും. അതിന് ഞങ്ങൾക്ക് സംഘടന വ്യത്യാസമൊന്നുമില്ല. EP ഏറ്റുന്നു അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസമല്ല. നിങ്ങൾ രണ്ടു കൂട്ടരും ഒന്നായിട്ടല്ലേ ലോകം കാണുന്നുള്ളൂ. നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ കാണുന്നുള്ളൂ. പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞാലേ നിങ്ങൾ മാറുള്ളൂ. ഒരു പ്രസിഡന്റായി അയാളും രാജിവെച്ചിട്ട് പുറത്തേക്ക് ആടിയാൽ അയാൾ പ്രസിഡന്റും സെക്രട്ടറിയുമായാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അത് മറ്റൊന്നായി മാറി. പ്രസിഡന്റും സെക്രട്ടറിയും ഒപ്പം രാജിവെക്കണമെന്നുള്ളൂ. ഇവരൊന്നും മാറിയിട്ട് ഇന്നോരും ആയ സമസ്ത പറഞ്ഞാൽ സംഗതി കഴിഞ്ഞു. ഇത്ര വ്യത്യാസങ്ങൾ തമ്മിലുള്ളൂ. എല്ലാം ഒക്കെ ഒന്നാ. കുത്തുബയുടെ ഭാഷ ഒന്നാ, കുത്തുബയുടെ രീതി ഒന്നാ, കുത്തുബയിൽ മൈക്കും പറ്റും, എല്ലാത്തിനും എല്ലാം പറ്റും. എല്ലാം പറ്റുന്നത് നിങ്ങൾക്ക് ഒരു കൂട്ടരുടേത് എന്തേ മറ്റേ കൂട്ടർക്ക് പറ്റാത്തത്? ഒന്നും പറ്റാതില്ല, എല്ലാം പറ്റുന്നത്. പിന്നെന്തേ തലേക്കെട്ട് വേറൊരു കോലത്തില, കുപ്പായത്തിന്റെ മാറ് വേറൊരു കോലത്തില, ഓത്തിന്റെ ശൈലി വേറൊന്നാണ്. ഇമാമുക്കുമ്പോ കേൾക്കുന്നത് എന്തോ ഒരു മൂളത്താണ്. എന്നാ ഈ വർക്കം, എന്നാ മറ്റേ വർക്കം, എവിടുക്കാൻ കഴിയില്ല. മൗലൂദുകളടക്കം അവനവന്റെ ചിഹ്നമായി വേറിട്ട് നിൽക്കാൻ വേണ്ട നമ്പറുകളാണ് സഹോദരന്മാരെ നമ്മളെ വീട്ടിൽ നമ്മൾ നടത്തുന്ന മൗലൂദിയിൽ ഒപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു കവിത ഉണ്ടാവും. അത് ഏപ്പിക്കാരൻ ആരോ ഉണ്ടാക്കിയ കവിതയ്ക്കാരൻ അതുകൊണ്ട് നടത്തിയാലേ ഓനെ മൗലൂദ് പോലെ വിചാരം. ആരംഭ പൂവായെന്ന് എവിടെ മൗലൂദിന് ആരോ പറഞ്ഞപ്പോ എനിക്കിതൊന്നും അറിഞ്ഞില്ല. ആരംഭ പൂവായെന്നും പറഞ്ഞാൽ പാടിയാൽ അത് ഏപ്പി മൗലൂദായി മാറി. ആരംഭ പൂവ് എന്ന് പറഞ്ഞ പാട്ട് അത് ഏപ്പിക്കാരൻ പാട്ടാണ്. പിന്നെ ഒരു കൂട്ടർക്ക് അബ്ദുള്ള മജ്ലിസുന്നൂറിന് നടക്കുന്നത് നടത്തിയാല് അതായി. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? എന്നിട്ട് എവിടേക്കാ അത് എത്തിക്കുന്നതെന്നാ? ഒരു വീടിരിക്കുന്ന ചില ചടങ്ങുകളുണ്ട്, അതുപോലെ തന്നെ മരിച്ചെടുത്ത ചില ചടങ്ങുകളുണ്ട്. ഇതൊക്കെ പരമ്പരാഗതമായി നമ്മുടെ സംസ്കാരം എന്ന നിലയ്ക്ക് നമ്മൾ മുസ്ലിമീങ്ങൾ പണ്ട് നടത്തിവരുന്ന രീതികളാണ്. മിക്കവാറും അതിലൊക്കെ ഒരു രീതിയുണ്ട്, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന രീതി. ആ രീതിയിൽ മങ്കൂസ് മൗലൂദ് ഓതും, ബദർ മൗലൂദ് ഓതും. അത്തരത്തിലുള്ള മൗലൂദ് ഓതിയിട്ട് ഖുർആൻ ഓതിയിട്ട് യാസീൻ ഓതിയിട്ട് ദുആരിട്ട് നമ്മൾ പിരിയും. ഇപ്പോഴോ അവിടെ ചെന്നാല് എന്റെ സ്വർഗ്ഗേട് മാറ്റണേ, എന്റെ മറ്റേ മാറ്റണേ എന്നാണ് ബദർമാലയാണ് അത്ര മരിച്ചോടത്ത് 7 14 കാരണം മജ്ലിസിൽ നൂറാണ്. എന്റെ അതിന് ഇനം പറയല്ല, നടത്തുന്നതിന്റെ ഇനം പറയല്ല. നല്ലത് തന്നെ, നല്ല ദിക്റാണ്. അന്തർധാനം ചെയ്തു പോയതും സമൂഹത്തിൽ ഇല്ലാതായതുമായ ബദർമാലകളും ബദർ മൗലൂദുകളൊക്കെ നമ്മൾ ഉണർത്തിക്കൊണ്ടുവരേണ്ടത് തന്നെയാണ്. പക്ഷെ അത് യോജിക്കുന്ന തലം വേണ്ടേ? ജന്നന്തിരി എത്തിച്ചിട്ടുണ്ട്, അതിന് യോജിച്ചു കൊടുത്തിട്ടാവണ്ടേ? അതേ രീതിയിൽ ഇവിടെ മരണപ്പെട്ട മയ്യത്തിന് വേണ്ടിയിട്ട് ഈ പാടിനയിൽ ഒന്നുമില്ല.
ദണ്ണം മാറ്റാനും ഗണ്ണം മാറ്റാനും നമ്മൾ രോഗം മാറ്റാനും എന്റെ കടം വീടാനും ആവശ്യം നിറവേറ്റാനും ബദരീങ്ങളെ വിളിക്കൊണ്ട് തപസ്സു ചെയ്യുന്നതാണ് നമ്മൾ പാടുന്നത്. ഇതാണോ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്നത്? നമ്മൾ അമൽ സാധാരണ അങ്ങനെയല്ലല്ലോ. ആ ചെയ്യുന്ന അമലുകൾ പോക്കിയിട്ട് അവിടെ ഓരോരോ തരം നമ്പറുകളാണ്. മയ്യത്ത് നിസ്കരിക്കണോടത്തും അങ്ങനെ തന്നെ നമ്മളെ പാർട്ടികൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഓരോ രീതികൾ ഓരോരുത്തരും സ്വന്തമാക്കുകയാണ്. തലേക്കെട്ട് സ്വന്തമാക്കും പോലെ, കുപ്പായത്തിന്റെ ശൈലി സ്വന്തമാക്കും പോലെ, പ്രസംഗത്തിന്റെ ഒച്ച സ്വന്തമാക്കുന്നത് പോലെ, ഇതൊക്കെ സ്വന്തം അവനവന്റേതാക്കി വേറിട്ടിട്ട് വ്യതിരിക്ത് നിലനിർത്താൻ വേണ്ടി കളിക്കുന്ന കളികൾ, ജാടകൾ. ഇത്തരം ജാടകൾ നമ്മൾ മാനമൗലികളിലേക്കും ഇറക്കിയിട്ടും ദിക്റുകളിലേക്കും തെഹ്രീലുകളിലേക്കും ഇറക്കിയിട്ടും ഗ്രൂപ്പ് ഒപ്പിക്കുകയാണ്. ഈ രീതിയിലേക്ക് പോയാൽ നമ്മൾ എവിടെ എത്തും? നമ്മുടെ സമുദായവും മഹല്ലും ഇവിടെ എത്തും. ഇതിവിടുത്തെ മുസ്ലിമീങ്ങൾ ഒന്നിച്ചാലോചിക്കേണ്ടതല്ലേ? എന്തിനാണ് ഇത്തരത്തിലുള്ള ഏടാകൂടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ടത്? ഇവിടെ നമ്മൾ എല്ലാ മുസ്ലിമീങ്ങളും ഒന്നിച്ചു പറയുന്ന ഒരു സംഭവമാപ്പോ ബിജെപിയും നരേന്ദ്രമോദിയും കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ശേഷം അസഹിഷ്ണുത അവസാനിപ്പിക്കണം. ഭൂരിപക്ഷം ഫാഷിസം കൊണ്ട് ന്യൂനപക്ഷത്തെ കീഴടക്കരുത്. അവരവരുടെ ചിന്തക്കും അവരവരുടെ താൽപര്യത്തിനും അനുസരിച്ചും കൊണ്ട് രാജ്യത്തെ ന്യൂനപക്ഷത്തെ ഒതുക്കരുത്. ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ നേടിക്കൊടുക്കണം. ഇതല്ല നമ്മൾ ഒന്നിച്ചു പറയുന്നത്. ഇത് പറയാത്ത എപിക്കാരുണ്ടോ? ഇത് പറയാത്ത ഈക്കക്കാരുണ്ടോ? ഇത് പറയാത്ത മുജാഹിദുണ്ടോ? ഇത് പറയാത്ത സംസ്ഥാനക്കാരുണ്ടോ? ഇത് പറയാത്ത ജമാഅത്തുകാരുണ്ടോ? ഇതെല്ലാരും പറയണില്ലേ? നമ്മൾ എന്ത് തിന്നണം എന്ന് തീരുമാനിക്കുന്നിടത്ത് വരെ മോദിയുടെ സർക്കാരിന്റെയും ബിജെപിയുടെ സർക്കാരിന്റെയും കയ്യേറ്റം വന്നില്ലേ? നമ്മുടെ രാജ്യത്ത് ആരൊക്കെ എങ്ങനെയൊക്കെ ജീവിക്കണം, ആരൊക്കെ ഈ രാജ്യത്ത് പാർക്കണം എന്നിടത്ത് വരെ എത്തിയില്ലേ? ആ എത്തുന്നിടത്ത് എത്തുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? രാജ്യത്തെ ന്യൂനപക്ഷമാണെങ്കിലും ആ ന്യൂനപക്ഷത്തിനുള്ള അവകാശം ഭൂരിപക്ഷം ഹനിക്കാൻ പാടില്ല, അതില്ലാതാക്കാൻ പാടില്ല, അത് ഫാസിസമാണ് എന്ന്. ഇവിടെ നമ്മൾ മഹല്ലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടപ്പാക്കുന്നത് എന്താ? മഹല്ലിൽ ഭൂരിപക്ഷം ഈക്ക സമസ്യ. അതുകൊണ്ട് ഏപ്പിയോടാൻ പറ്റില്ല, ഒരു ഏപ്പ് പറ്റൂല, നിയമിക്കാനും പറ്റൂല, ഒന്നിനും ഏപ്പ് പറ്റൂല, നിക്കാഹിന്റെ രജിസ്റ്ററിനും കൂട്ടൂല, ഒപ്പിട്ട് കൊടുക്കൂല, ഏപ്പിക്കാരും കുട്ടിയൊക്കെ പെണ്ണും വേണ്ട. ഒരു ഭൂരിപക്ഷം ഞങ്ങളുടെ അല്ലെ എഴുതിയേക്കുന്ന സമസ്തക്കാ എഴുതിയതാരാ? എഴുതിയൊക്കെ മാറ്റാനും കഴിയില്ലേ? ഭരണഘടന എന്നൊക്കെ പറയുന്നത് ഈ ജനറൽ ബോഡി കൂടിയിട്ട് മാറ്റിയാല് ഭരണഘടന മാറ്റാനും പറ്റൂല. അതിലുണ്ടാവും എനിക്ക് വകുപ്പ്. അതിനൊന്നും ഈ സാധാരണക്കാർക്ക് തിരിയില്ല എന്നത് അതൊക്കെ ഇട്ട് കളിച്ചാൻ പറ്റുമോ? തിരിയുന്നൊരു കൂട്ടര് വരൂലേ? ചെറുപ്പക്കാർ വളരൂലേ? ഒരു ഇതൊക്കെ വായിക്കൂലേ? ഒരു അഡ്വക്കറ്റിനെ കണ്ടാൽ പോരെ ഇതിനെന്താ മാർഗം എന്നൊക്കെ അറിയാൻ? അപ്പൊ ഇത്തരത്തിൽ എഴുതി വെച്ചതൊക്കെ കണ്ടുകൊണ്ട് ഇതിന്റെ ബലത്തിൽ നാട്ടുകാരെ നിർബന്ധമായി സമ്മർദ്ദം ചെയ്തിട്ട് അവിടത്തെ ന്യൂനപക്ഷത്തെ ഇല്ലാതാക്കാനും അവിടെ ആരാണോ ന്യൂനപക്ഷം വെച്ചാൽ അവർക്കൊരവകാശവും നൽകാതിരിക്കാനും ചെയ്യുന്നതിന്റെ പേര് ഫാസിസം തന്നെയല്ലേ? മറു അഭിപ്രായങ്ങളെയും മറ്റൊരു പാർട്ടിയെയും സഹിക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ പേര് അസഹിഷ്ണുത തന്നെയല്ലേ? മോദിയും മോദിയുടെ സർക്കാരും അതിന്റെ പക്ഷത്തെ ബിജെപിക്കാരും വർഗീയക്കാരും കാണിക്കുന്നത് എന്താണോ? എല്ലാവരും ഞാൻ പറയുന്നത് വർഗീയ മാനസരായ രാജ്യത്തെ ആളുകൾ കളിക്കുന്ന ഇതേ തുള്ളൽ തന്നെയല്ലേ നമ്മളും കാണിക്കുന്നത്? അങ്ങനെ തന്നെയല്ലേ നമ്മളും കാണിക്കുന്നത്? ഇത് മഹാമോശമല്ല നടപടി. ആ തരത്തിലേക്ക് നമ്മുടെ ദീനിയായ മഹല്ലുകളും ആ മഹല്ലിന്റെ ഭരണവും നീങ്ങിയാൽ അവിടെ പഠിപ്പിക്കുന്ന പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലെന്ന് വന്നാൽ ഒരു മുഅല്ലിമിന് അയാൾക്ക് സത്യവും താല്പര്യവും ഏതൊരു സംഘടനയോടാണോ, അയാളുടെ ഉസ്താദ് ഏതൊരു സംഘടനക്കാരനാണോ, അയാളുടെ മക്കൾ പഠിക്കുന്നത് ഏതൊരു സംഘടനക്കാരൊപ്പമാണോ, ഇതൊക്കെ നോക്കിയിട്ടൊക്കെ സംഘടനാ ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ ബന്ധങ്ങൾ പ്രകാരം ഒരാൾക്ക് ഒരാളുടെ താല്പര്യപ്രകാരം ഒരു സംഘടനയിൽ പ്രവർത്തിക്കാനോ ആ സംഘടനയിൽ ഏതെങ്കിലും തരത്തിൽ സഹകരിക്കാനോ അവരുടെ പള്ളിയിലൊന്ന് കയറി നിസ്കരിക്കാനോ പോലും പറ്റില്ല. അപ്പോഴേക്ക് നമ്പർ 2 പാർട്ടി ജാതിക്കാരനാണ്, മറ്റേ ആളാണ്, മറിച്ച ആളാണ്, നമ്മുടെ സമസ്തക്കാരനല്ല എന്ന് നമ്പർ ഇടുക. പിന്നെ അയാൾക്ക് പഠിപ്പിക്കാനും പറ്റില്ല, ഒന്നിനും യോഗ്യതല്ല. ഈ ഒരവസ്ഥ പറ്റുമോ? ഇതനുവദിക്കാമോ? ഇത് തുടരാമോ? ഇങ്ങനെ നമ്മുടെ മഹല്ലുകളെല്ലാം നശിക്കാമോ? മുസ്ലിം മഹല്ലുകളിൽ ഇല്ലാതാകാമോ? ഇത് നമ്മൾ ആലോചിക്കണം. ഇങ്ങനെയുള്ള സംഘടനാ വ്യത്യാസങ്ങളുടെ പേരിൽ മുസ്ലിമീങ്ങൾ എന്ന നിലക്കുള്ള ആദരവുകളെല്ലാം ഹനിച്ചു കളഞ്ഞുകൊണ്ട് എന്ത് ഈപത്തും എന്ത് നെറികേടും എന്തും പറയാമെന്നാണോ ഇവിടെ എത്തിയാണല്ലോ? അതുകൊണ്ടല്ലേ ഇതൊക്കെ പരസ്പരം അംഗീകരിക്കാത്തതുകൊണ്ടാണ് ഇതൊക്കെ പ്രശ്നം. ഓരോരുത്തർക്കും അംഗീകരിക്കാൻ ഓരോരോ നിലക്കുള്ള വകുപ്പില്ല സഹോദരങ്ങളെ. മുസ്ലിമീങ്ങളായിട്ടുള്ള എല്ലാ കൂട്ടരും മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് ഏകീകരിക്കപ്പെട്ടവരല്ലേ? മുസ്ലിമീങ്ങൾ, ആസിദീങ്ങളല്ല. ഇത് നമ്മൾ ഏകീകരണം എവിടെ കാണിക്കണം? ഒരു മുസ്ലിം മരിച്ചാൽ ആ മരിച്ച മുസ്ലിമിനെ നമ്മൾ കുളിപ്പിക്കണം.
കഫൻ ചെയ്യണം, മറമാടണം. അതവന്റെ കുടുംബത്തിന്റെ ബാധ്യത മാത്രമല്ല, അതറിഞ്ഞ മഹല്ലിലെ മുസ്ലിമീങ്ങളുടെ മുഴുവൻ ബാധ്യതയാണ്. ചിലപ്പോൾ മഹല്ലും വിട്ടുകടന്ന് അറിഞ്ഞ മുസ്ലിമീങ്ങളുടെ ഒക്കെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കാൻ നമ്മൾ ബാധ്യതക്കാരാകുന്നതും അത് നിർവഹിച്ചില്ലെങ്കിൽ നമുക്ക് കുറ്റം കിട്ടുന്നതും എന്തുകൊണ്ടാണ്? അള്ളാഹ് നമ്മളെ ശിക്ഷിക്കുന്നതും എന്തുകൊണ്ടാണ്? മുസ്ലിം എന്ന നിലയ്ക്ക് ആ സഹോദരനോട് നമ്മൾ പുലർത്തേണ്ട കടമയാണത്. ഈ കടമ നമ്മൾ ഓർക്കണം. അത് ചെറിയ കടമയല്ല, അത് മുസ്ലിം എന്ന വൃത്തത്തിൽ ഒതുങ്ങി നിൽക്കുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കുമുള്ള കടമയാണ്, അവകാശമാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളവർകൾ കഅബ എന്ന പവിത്രമായ ആ മഹത്തായ സൗധത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓ കഅബ, മാ അഅ്ലമക്, നീ എത്ര മഹത്തരം, നിന്റെ പവിത്രത എത്ര മഹത്തരം, നിന്റെ പവിത്രത എത്ര മഹത്തരം, നീ എത്ര മഹത്തരം. പക്ഷേ നിന്നെക്കാൾ പവിത്രതയുണ്ട് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ബഹുമാനം, ഒരു മുസ്ലിമായ മനുഷ്യനുള്ള സ്ഥാനം നിന്നെക്കാൾ മഹത്തരമാണ് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹാക്കിം നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. അദ്ദേഹം തന്നെ ഇതിനാധാരമായ സംഭവം ഉദ്ധരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഅബയെ തവാഫ് ചെയ്ത് പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന തങ്ങൾ ഖാൻ പ്രദക്ഷിണം ചെയ്യുന്ന കഅബയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, മാ അത്യബക്, മാ അത്യബക് വമാ അത്യബ റീഹക്, എന്ത് പരിശുദ്ധമാണ് നീ, നിന്റെ വാസന എന്ത് സുഗന്ധം എന്ന് പറഞ്ഞിട്ട് മാ അഅ്ലമക് വമാ അഅ്ലമ ഹുർമതക്, നീ എത്ര മഹത്തരമാണ്, നിന്റെ പവിത്രതയും സ്ഥാനവും എത്ര മഹത്തരമാണ് എന്ന് പറഞ്ഞ ശേഷം വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ തിരുദാത്ത് ഏതൊരു തമ്പുരാന്റെ നിയന്ത്രണത്തിലാണോ ആ റബ്ബ് തന്നെ സത്യം, ലഹുർമത്തുൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ബഹുമതിയും സ്ഥാനവും നിന്നേക്കാൾ എത്രയോ മഹത്വമാണ് കഅബ, എന്നേക്കാൾ എത്രയോ മഹത്തരമാണ് കഅബ. ദമുഹു വമാലുഹു, അവന്റെ രക്തത്തിന് വലിയ വിലയുണ്ട്, അവന്റെ ധനത്തിന് വലിയ വിലയുണ്ട്. അവന്റെ ധനം കൊള്ളയടിക്കാൻ പാടില്ല, അവനെ വഞ്ചിക്കാൻ പാടില്ല, അവന്റെ ധനം മോഷ്ടിക്കാൻ പാടില്ല. ഈ അവകാശം മുസ്ലിം എന്ന നിലക്കുള്ള അവകാശമാണ്. അയാളുടെ രക്തത്തിന് പോറലേൽപ്പിക്കാൻ പാടില്ല, മുറിവേൽപ്പിക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, മാനം കെടുത്താൻ പാടില്ല. ഇത് മുസ്ലിം എന്ന നിലക്കുള്ള എറുതാണ്. ധനും മാനും എറുതും സുരക്ഷിതമാകുന്ന ഈ മഹത്തായ ബന്ധം ഒരു മുസ്ലിമായി തീരുന്നതോടുകൂടെ ലഭ്യമാകുന്നതാണ്. മുസ്ലിം എന്ന് ആർക്കൊക്കെ നമ്മുടെ നാടിൽ പറയുമോ അവരൊക്കെയും അതിൽപ്പെട്ടവരല്ലേ. കാഫിർ എന്ന് നാം വിധി എഴുതാത്തവരാരൊക്കെയുണ്ടോ അവരൊക്കെയും ഇതിൽപ്പെട്ടതല്ലേ സഹോദരങ്ങളെ. അല്ലെങ്കിൽ നമ്മൾ മയ്യത്ത് കുളിപ്പിക്കൽ നിർബന്ധമാകുമോ, മറമാടൽ നിർബന്ധമാകുമോ, നിസ്കരിക്കൽ നിർബന്ധമാകുമോ? ഇത് നിർബന്ധമാകുന്നത് നമ്മൾ ചെയ്യേണ്ട ബാധ്യതയാകുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിമായ നിലക്കുള്ള ബാധ്യതയാണ്. ഇത് മറ്റേ സമസ്തക്കാർക്ക് ബാധകമല്ലയോ? ഒരു സമസ്തക്കാരാ ചിന്തിക്ക്, ഈ സമസ്തക്കാരൻ ചിന്തിക്കട്ടെ, നിന്റെ മറുപക്ഷത്തുള്ള 8 സമസ്തക്കാരൻ മുസ്ലിമല്ലേ? മുസ്ലിം എന്ന നിലക്കുള്ള അവകാശവും ഹുർമത്തും പവിത്രതയും ആ സഹോദരനില്ലേ? എപി ആണെന്ന് കരുതിയോ, ഈക്കിയാണെന്ന് കരുതിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഗീബത്ത് പറയാമെന്നാണോ, അടിപിടി കൂടാമെന്നാണോ, അടിച്ച് പള്ളിയിൽ നിന്നിറക്കാമെന്നാണോ, പള്ളി പിടിച്ചെടുക്കാമെന്നാണോ, സ്ഥാപനം പിടിച്ചെടുക്കാമെന്നാണോ, മുതൽ പിടിച്ചു പറിക്കാമെന്നാണോ? നിങ്ങളാലോചിക്കൂ സഹോദര, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവർക്കില്ലേ? അതും കവിഞ്ഞ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന ആശയത്തിന് കീഴിൽ പരമ്പരാഗതമായ ആശയം അംഗീകരിച്ചു വരുന്നവരല്ലേ ഈ 2 കൂട്ടരും? പരമ്പരാഗതമായ ആശയം എന്താ? പരമ്പരാഗതമായ ആശയം അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സ്വഹാബത്തിലൂടെ താബിഈങ്ങളിലൂടെ താബിഈങ്ങളിലൂടെ കൈമാറി വന്നിട്ടുള്ള ആശയങ്ങൾ ഇന്നതാണെന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സമർപ്പിച്ച ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഹിജ്റ 300കളിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ എല്ലാം ഒരുപോലെ അംഗീകരിക്കുന്നവരാണ് ഇവിടുത്തെ സമസ്തക്കാരനും സമസ്തക്കാരിൽ 2 ഗ്രൂപ്പുകളും. ഞങ്ങൾ സംസ്ഥാനക്കാരും ദക്ഷിണക്കാരുമെല്ലാം ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അശ്അരി ത്വരീഖത്ത് സ്വീകരിച്ചവരാണ്. വിശ്വാസപരമായി ഭിന്നിക്കാവുന്നതാണ് കർമ്മശാസ്ത്ര സരണി. അതുകൊണ്ടാണ് 4 മദ്ഹബുകൾ. ഹനഫികൾ സത്യക്കാരാണ്, മാലിക്കുകൾ സത്യക്കാരാണ്, ഹംബലികൾ സത്യക്കാരാണ്, ഷാഫിഈകൾ സത്യക്കാരാണ്. 4ഉം സത്യക്കാരാണെങ്കിൽ 4ഉം സത്യമാണെന്ന് അംഗീകരിക്കുമ്പോൾ ഭിന്നതയില്ലാഞ്ഞിട്ടാണോ? ഒന്നിൽ ഫാത്തിഹ സൂറത്തിൽ ബിസ്മി നിർബന്ധമാണ്. ഫാത്തിഹ സൂറത്തിൽ ബിസ്മി ഓതിയില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. മറ്റേ മദ്ഹബിൽ ഫാത്തിഹ സൂറത്തിൽ ബിസ്മി നിർബന്ധമില്ല, അത് ഓതിയില്ലെങ്കിൽ നിസ്കാരം പശാവുകയുമില്ല. ഇത്
പറയുന്ന കർമ്മശാസ്ത്ര മസലയിൽ ഭിന്നിപ്പുള്ളവരൊക്കെയും സത്യക്കാരാണ്. സുന്നികളുമാണ് 4 മദ്ഹബുകാരും. ഇവിടെ നാം സമസ്തക്കാരെ കാണുന്നത് 2 കൂട്ടരും ഏറെക്കുറെ ശാഫിഈ മദ്ഹബുകാരാണ്. അല്ലേ? നമ്മുടെ നാട്ടിൽ ശാഫിഈ മദ്ഹബുകാരാണ്, മുസ്ലിമീങ്ങളാണ്. അശ്അരി ത്വരീഖത്തുകാരാണ്, ശാഫിഈ മദ്ഹബുകാരാണ്. ഷാഫിഈ മദ്ഹബുകാരാണെന്നതിന്റെ പുറമെ നാട്ടിൽ ഐക്യസംഘവും അത് വഹാബി സംഘവും അത് പിന്നീട് നദ്വത്തുൽ മുജാഹിദീൻ സംഘവും ജമാഅത്തെ ഇസ്ലാമി സംഘവുമായി വേർപിരിഞ്ഞപ്പോ അവർക്കെതിരെ സംഘടന രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായവരിൽ ആ തയ്യാറായതിനെയും രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന ആ വിഭക്ത സംഘടനയെയും അംഗീകരിക്കുന്നവരാണ്. സംഘടനയിലും ഇവർ 2 കൂട്ടരും ഒന്ന്, സംഘടനയുടെ വിലാസത്തിലും ഇവർ 2 കൂട്ടരും ഒന്ന്. പ്രസിഡന്റ് മാത്രം മാറ്റം. അതന്നെ ഒരാൾ ഉസ്താദാ, ഒരാൾ മറുപക്ഷത്ത്, ഒരാൾ ശിഷ്യനാ മറുപക്ഷത്ത്. ഇങ്ങനെക്കാരം ഇത്തരത്തിൽ ഒത്തക്കൂട്ടർക്ക് 2 സംഘടനയിലായി 2 കൊടിയായി. കൊടിയില്ല ഒന്ന് തന്നെയാണ്, പിന്നെ എന്തൊക്കെയോ ചില വ്യത്യാസം വരുത്തിയിട്ട് ഓരോരോ ഇടപാടാണ്. ഈ രീതിയിലുള്ള വ്യത്യാസത്തിന്റെ പേരിൽ മാത്രം അവർക്ക് മുസ്ലിമാണെന്ന നിലക്കുള്ള അവകാശങ്ങളൊന്നുമില്ലെന്നാണോ നമ്മൾ പരിഗണിക്കേണ്ടേ? പഴയകാലത്ത് മുജാഹിദാശയമുള്ള ചെറിയ ചെറിയ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോ, അവർ നാട്ടിൽ മഹല്ലിൽ ജീവിക്കുമ്പോ മഹല്ലുകാരെന്ന നിലക്ക് അവരെ മഹല്ല് പരിഗണിച്ചിരുന്നു. നമ്മുടെ പള്ളികളിൽ വരാമായിരുന്നു, നമ്മുടെ ജുമാകളിൽ കൂടാമായിരുന്നു, നമ്മുടെ ജുമാകളിൽ ജമാഅത്തുകളിൽ കൂടിയിട്ട് ഓല തൽക്കനുസരിച്ച് നിസ്കരിച്ചു പോകുമായിരുന്നു. ആരും അവരെ ഒന്നും ചെയ്തിരുന്നില്ല. മഹല്ലുകൾക്ക് നൽകേണ്ടതൊക്കെയും അവർ നൽകിപ്പോന്നിരുന്നു. അതൊക്കെ ഇങ്ങോട്ടും കൈപ്പറ്റിയിരുന്നു. നിക്കാഹ് വരുമ്പോ സുന്നി ഖാദിയെ കൊണ്ട് നടത്തിയിരുന്നു, സുന്നി മാനേജ്മെന്റിന് കീഴിൽ ഭരണസമിതിക്ക് കീഴിൽ നടത്തിയിരുന്നു. ആരും ആരെയും ഒന്നും ചെയ്തിരുന്നില്ല. വേറിട്ടവർ പോയപ്പോഴാ അവർ പുതിയ മഹല്ലുണ്ടാക്കി പോകുന്നത്. അതുവരെ ഒന്നിച്ചാണ്. അന്നത്തെ മുടി ചൂടാൻ വന്നമാരായ നമ്മുടെ ഉലമാക്കളും പരമസാത്വികരായ ഉലമാക്കളും ഫുഖഹാക്കളും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്തത് സഹോദരങ്ങളെ? എന്താണ് അതിനർത്ഥം? മഹല്ലിന്റെ അവകാശം അവർക്കെല്ലാം ഉണ്ട്. മഹല്ലിൽ മുസ്ലിമീങ്ങളെന്ന നിലയ്ക്ക് അവരെയൊക്കെ ഒന്നിച്ച് പരിഗണിക്കപ്പെടും. ഇതൊരു ചെറിയ ബന്ധമല്ല. ഒന്നുമില്ലെങ്കിൽ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടാൻ അർഹമാകുന്നതല്ലേ ഇസ്ലാമും ഈമാനും. എന്തൊക്കെ ദോഷം വന്നാലും എന്തൊക്കെ തെറ്റു വന്നാലും ശിർക്കും കുഫറുമല്ലേ അല്ലാഹു പൊറുക്കാതുള്ളൂ. അതിൽ ഉറച്ചു നിൽക്കുമ്പോഴല്ലേ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടാതുള്ളൂ. മറ്റെല്ലാത്തരം വൻപാപങ്ങളും അല്ലാഹു തആല പൊറുക്കുകയില്ലേ? ആ പൊറുവിക്ക് നിദാനം എന്താണ്? ഒരാൾ മുസ്ലിമാകണം, മൂമിനാകണം. അതാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാം, ആ പരസഹോദരനിലുള്ള ഇസ്ലാമിനെ നിങ്ങൾ എന്താക്കി മനസ്സിലാക്കുന്നു സഹോദരങ്ങളെ? അവനാന്റെ പാർട്ടിയിലെ ഇസ്ലാം മാത്രം കണ്ടാൽ മതിയോ? അപ്പുറത്തുള്ളവന്റെ ഇസ്ലാം കാണണ്ടേ? അവനാന്റെ സുന്നത്ത് ജമാഅത്ത് കണ്ടാൽ മതിയോ? അപ്പുറത്തുള്ള സുന്നത്ത് ജമാഅത്ത് കാണണ്ടേ? അവനാന്റെ ഹക്ക് കണ്ടാൽ മതിയോ? അപ്പുറത്തല്ലേ? അവനാന്റെ മദ്ഹബ് കണ്ടാൽ മതിയോ? അപ്പുറത്തെ മദ്ഹബ് കാണേണ്ടേ? എല്ലാറ്റിലും ഒരുപോലായിട്ടുള്ള കൂട്ടരെന്തിനാ ഈ ഗീബത്തും നമീമത്തും പറയുന്നത് മാത്രമല്ല, അടിപിടികൾ കൂടുന്നത് മാത്രമല്ല, ഇമാമത്ത് ഓൽക്കാണെങ്കിൽ ഞങ്ങൾക്ക് മറ്റേത്, ഭരണം ഓൽക്കാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന രീതിയിൽ മാറി മാറി പോകുന്നതും ഈ പള്ളിയുടെയും മദ്രസയുടെയും ഒക്കെ ഭരണസാരഥ്യം കിട്ടാൻ വേണ്ടി കടിപിടി കൂടുന്നതും എന്തിനാ? ഇത് ദുനിയാവിന്റെ അപ്പക്കഷ്ടമാണോ? എല്ലും കഷ്ടമാണോ കടിപിടി കൂടാൻ? അങ്ങനെയാക്കി നിങ്ങൾ ചിത്രീകരിക്കുന്നു മഹല്ലിലെ മുസ്ലിം പള്ളികളെ, മഹല്ലിലെ മദ്രസകളെ ദുനിയാവിന്റെ സ്വത്താക്കി മാറ്റുന്നു. അതിനല്ലേ കടിപിടി കൂടേണ്ടത്? അതിനല്ലേ ഭരണം നോക്കേണ്ടത്? ദീനാണ് വിഷയമെങ്കിൽ ദീനിനല്ലേ പ്രാമുഖ്യം നൽകുക? ആ നാട്ടിൽ ദീനിയായ സമാധാനത്തിൽ ഏതാണ് നിദാനം, ഏതാണ് സൗകര്യമെങ്കിൽ അതങ്ങ് വകവെച്ചു കൊടുത്തുകൊണ്ട് ദീനിന്റെ സൗകര്യവും ദീനിന്റെ പൊലിവും ദീനിന്റെ ഒരുമയും ഒരുപോലെ നിർത്തിപ്പോരാൻ ഉലമാക്കൾ എന്ന പേരിൽ സംഘടിച്ചിട്ടുള്ള ഉലമാ സംഘടനകൾക്ക് ബാധ്യതയില്ലേ? അവർക്ക് കഴിയില്ലേ? കഴിയണം. ഇതിന് കഴിയില്ലെങ്കിൽ അവരെ അതിന് നിർബന്ധിതരാക്കേണ്ടത് നാടിലെ മുസ്ലിമീങ്ങളാണ്, മഹല്ലിലെ മുസ്ലിമീങ്ങളാണ്. നമ്മൾ ഓരോരുത്തരുടെ മഹല്ല് പിടിച്ചടക്കാൻ വേണ്ടി വരുമ്പോൾ ആ സമയത്ത് നമുക്ക് പ്രതികരിക്കണം. നമ്മളെ മഹല്ല പിരിവിന് വരാൻ പോലും സാധ്യതയല്ല കൂട്ടരെ. ഒരു ഏപ്പിക്കാരൻ മൂലയേറ്റ് എവിടെയെങ്കിലും വളർന്നു നിന്നാ കുപ്പായം നോക്കുക, അല്ലെങ്കിൽ എവിടെയാ പഠിക്കണ നോക്കുക, പിന്നെ ആ കുട്ടിക്ക് വളർന്നൊക്കെ പറ്റില്ല. ഒരു മൂലയിൽ എന്തെങ്കിലും സഹായത്തിന് വരിക, കുട്ടിനെ കെട്ടിച്ചാൽ അല്ലെങ്കിൽ പെരകേറ്റാൻ ഇതിന് വരുമ്പോ ആരാ പാർട്ടി നോക്കുക? ഓനെ മഹല്ലെന്ന് പിരിച്ചോളൂ. ഇത് ഞങ്ങളെ വഴിയ ഇവിടുന്ന് പിരിച്ചാൻ പറ്റില്ല. പള്ളികളൊക്കെ പണ്ട് കൊടിയുണ്ടോ? അപ്പൊ പള്ളിയിലൊക്കെ ഏത് പാർട്ടിക്കാരന്റെ പള്ളിയാന്ന് പറയുന്നോ ഓന്റെ കൊടിയല്ലേ, ഓന്റെ നോട്ടീസല്ലേ? ഇത് നാടിനെന്ത് അപമാനമാണ്, മഹലിനെന്ത് അപമാനമാണ്.
കാളികാവിലെ പള്ളിയിലേക്ക് കയറി വരുമ്പോ ഒരു ഗ്രൂപ്പ് സമസ്തന്റെ പതാക മാത്രം അവിടെ വെക്കാം, വേറെ ഗ്രൂപ്പിന്റെ പതാക പാടില്ല. ഒരു ഗ്രൂപ്പിന്റെ നോട്ടീസ് മാത്രം അവിടെ വെക്കാം, മറ്റൊരു ബോർഡിന്റേത് പാടില്ല. ഇങ്ങനെ തന്നെ വെച്ചാല് പള്ളി മഹല്ലും മദ്രസയും ഒക്കെ ഞങ്ങൾ സംഘടനാപരമായി ഞങ്ങളെ കൊടി, ഞങ്ങളെ പത്രം, ഞങ്ങളെ കലണ്ടർ ഇത് തന്നെ വരണമെന്ന വാശിയിലേക്ക് എത്തിച്ചാൽ ഇതെന്തെല്ലാം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. അപ്പോഴല്ലേ മറുപക്ഷം പ്രകോപിതരാവുക? ഇങ്ങനെ വാശി പിടിക്കുമ്പോഴല്ലേ പ്രകോപന നാട്ടിലുണ്ടാവുക? നേരെ മറിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ അത്തിരൊന്നുമില്ലല്ലോ, നമ്മൾ കാണുന്നില്ലല്ലോ. ഒരു വിശാല മനസ്സൊക്കെ ഉണ്ടാക്കി തീർക്കുന്നില്ലേ? വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുമ്പോഴും MSF എന്നൊക്കെ പറഞ്ഞ് ലീഗുകാരൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എല്ലാ വിഭാഗം മുസ്ലിങ്ങളിൽ നമ്മളെ ഉണ്ടാക്കുക. ആ നിലക്കുള്ളൊരു വിശാലതയെങ്കിലും അവരിൽ വരിക. ഇത് അത്തരത്തിലുള്ള ഒരു വിശാലതയുടെ ഒരു പഴുതുമില്ല. കുട്ടിക്കാലത്ത് 1ാം ക്ലാസ് കൊണ്ട് നാക്കുന്ന കുട്ടിക്ക് അതിനൊരു പതായി കൊടുക്കരുത്. പഠിപ്പിക്കുന്ന മുദ്രാവാക്യം, പാടുന്ന പാട്ടും പാഠപുസ്തക പാട്ടും അടക്കം ഇതിന്റെ പതായി പഠിപ്പിച്ചു പോകുമ്പോ ഈ കുട്ടികളെ പിന്നെ ഒന്നിനും കിട്ടാതെ വെറും സമസ്ത, വെറും സമസ്ത, വെറും സമസ്ത, അത് തന്നെ തങ്ങളുടെ പേരിലുള്ള സമസ്ത എന്ന രീതിയിലെത്തിയിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും മറ്റു മഹല്ലിലെ സംവിധാനങ്ങളെയും എല്ലാം അവർ നോക്കുകുത്തികളാക്കി അവരുടെ അധികാരത്തിന്റെ പരിധിക്ക് കീഴിൽ കൊണ്ടുവരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കൊച്ചു വിദ്യാർത്ഥി സംഘടന ശീലിച്ച് SKSSFിലൂടെ വളർന്നിട്ടുള്ള സമസ്തയുടെ നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നു. പരിതാപകരമാണ് ഈ അവസ്ഥ. നമ്മുടെ നാട്ടിലുള്ള SKSSFിനെ അപ്പോഴും ഒപ്പിട്ടുണ്ട്. SYS കണ്ടിട്ടുണ്ടല്ലോ. മഹാനായ ഹൈദരി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും അതുപോലെ വയസ്സന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾ സെക്രട്ടറിയുമായിട്ടുള്ള ഒരു SYS ആ സമസ്തക്കുണ്ട്. ഇപ്പുറത്ത് AP അബൂബക്കർ മുസ്ലിയാരോ ഖലീൽ തങ്ങളോ പൊന്മള അബ്ദുൽ ഖാദർ മൊയ്ലരോ ഒക്കെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിട്ടുള്ള ഒരു SYS ഉണ്ട്. അതിനേക്കാളൊക്കെ വലുത് കൊച്ചുകുട്ടികളുടെ സംഘടന SSF അല്ലെങ്കിൽ SDV, SBS. വന്ന കൊച്ചുകുട്ടികളെ എവിടെയാണോ അവിടെയാണ്. അതിൽ വന്നവരുടേതാ ഒപ്പ്, SYSന്റേതല്ല ഒപ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് എവിടേക്കായി പോകുന്നത്? നമ്മ ചെറിയ കുട്ടികളുടെ കയ്യിൽ ഏൽപ്പിക്കുക. ഇമാം അബൂ ഹുറൈറ നിവേദനം ചെയ്ത ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും അധികം കാവൽ തേടിയിട്ടുള്ള ഒന്ന് കാണുമ്പോൾ ഇംറത്തുസ്സിബിയാൻ, കുട്ടികൾ ഭരണാധികാരം കൈയാളുകയും കുട്ടികളുടെ അധികാരം കൈയാളുകയും ചെയ്യുന്നതിനെ തൊട്ട് അല്ലാഹുവിന്റെ റസൂൽ കാവൽ തേടിയിട്ട് അത് സൂക്ഷിക്കാൻ ഉമ്മത്തിനെ ആഹ്വാനം ചെയ്തിട്ടുള്ള വചനം കാണാം. ആ കുട്ടികളുടെ അധികാരമല്ല ഇത്. ആരാണ് അധികാരത്തിൽ വരേണ്ടത്, എങ്ങനെയാണ് സമസ്ത നീങ്ങേണ്ടത് എന്ന് വൃദ്ധന്മാരായ ഉലമാക്കളോ വയോവൃദ്ധന്മാരായ ഉലമാക്കളോ അല്ല തീരുമാനിക്കുന്നത്, SKSSFുകാരായ കുട്ടികളാണ്. ആ രീതിയിൽ വളർന്നു വന്നിട്ടുള്ള ചെറുപ്പക്കാരാണ്. അവർ പറയുന്ന രീതിയിൽ ഇങ്ങനെ സംവിധാനിച്ചെടുക്കുക. അതാണ് ഇതിന്റെ ഒപ്പുവാണം അതിന്റെ ഒപ്പുവാണെന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിമീങ്ങളെന്ന നിലക്ക് നമുക്ക് പരമാവധി ഏകീകരിക്കാനും ഒത്തുചേരാനും പറ്റുന്നത് എങ്ങനെയാണോ അവിടെയൊക്കെ ഒത്തുചേരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് ശരിയായ അർത്ഥത്തിൽ തന്നെ പയ്യെ 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 പുറത്തുന്ന നടപടികളിലേക്കല്ലേ ഈ രാഷ്ട്രം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിത് കാണുന്നില്ലേ? അതിന്റെ ഒച്ചയും വിളിയും ബഹളവും എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കുമെന്ന് കണ്ടപ്പോഴല്ലേ ഒരു 500ന്റെ 1000ന്റെ നോട്ട് നിരോധവുമായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ വന്നത്. ഇതുപോലൊരു പരിപാടി നമ്മുടെ സമസ്തക്കാരും കാട്ടിയിട്ടുണ്ടോ? ഈ നോട്ട് നിരോധം പോലെ 500ന്റെ 1000ന്റെ നോട്ട് ഒരു അർദ്ധരാത്രിക്ക് നീച്ചിട്ട് ഇതൊന്നും ഇനി എടുക്കൂലെന്ന് പറഞ്ഞപ്പോ ഇനി മേലാലെടുക്കാതെ കൊണ്ടുപോയി കെട്ടിപ്പൂട്ടി ഒഴിവാക്കിക്കളിന്നല്ല അവർ പറഞ്ഞത്. അവർ പറയുന്നത് പിന്നെ ബാങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് ദിവസമൊക്കെ വെച്ചിട്ട് അതിനുള്ള ആളുകളൊക്കെ ആക്കിയിട്ട് എന്നിട്ട് തന്നെ പുലിവാരം തീർന്നിട്ടുള്ള 5-8 മാസം 8-10 മാസം കഴിയുമത്രേ. ഇതൊരു പഴയ രീതിയല്ല. ഇവര് പണ്ടേ കൊടുത്ത MSR ഉണ്ട്. ഇപ്പൊ നാടാടിയൊന്നും MSR വരില്ലേ? കൊല്ലത്രയായി സമസ്ത വിദ്യാഭ്യാസ ബോർഡ് അതിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് സർവീസ് എത്രയായി കൊല്ലം? ഇത്ര കൊല്ലമായിട്ട് MSRലുണ്ട്. ഉള്ള MSR ഒക്കെയും കട്ട് ചെയ്യും. ഇതൊന്നും എവിടെയും പറ്റില്ല. കീറി നിട്ടണികളോട് ഇത് കീറിയിടണം. കീറിട്ടിട്ട് ആ MSR ഒന്നും പറ്റില്ല, പുതിയത് കിട്ടണമെങ്കിലോ ഈ ഏടാകൂടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് SKSSകാരന്റെ ഒപ്പും സുപ്രഭാതത്തിന്റെ വരിക്കാരെ ചേർക്കലും സുന്നിയഫ്കാരന്റെ വരിക്കാരെ ചേർക്കലും കൂടി നടത്തിയെങ്കിൽ MSR ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ഇതൊക്കെ എവിടുന്നാ പഠിക്കണേ? മോദിന്നാ പഠിക്കുന്നത്? BJPയുടെ സർക്കാരിന്റെ നടപടികളാണോ നമ്മൾ ഈ സുന്നി സംഘടനകളും ജമിയത്തുകളും പഠിക്കുന്നത്? ആലോചിക്കണം. ഓഫീസ് കൂത്തിരുന്നിട്ട് ആലോചിക്കുന്നത് ഈ ജാതി ഭരണമാണോ? ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് പരിതാപകരമായ അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് പ്രദേശങ്ങളുടെ മഹല്ല് നഷ്ടപ്പെടും, മുസ്ലിമീങ്ങളുടെ മഹല്ലില്ലാതാവും. ഇത് നമ്മൾ കണ്ടറിയണം. മുസ്ലിം മഹല്ലുകളില്ലാതാവും, അതത് പ്രദേശങ്ങളുടെ മഹല്ലില്ലാതാവും.
എല്ലായിടത്തും ഈക്ക സമസ്ത, എ പി സമസ്ത, ഈക്ക മദ്രസ, എ പി മദ്രസ ഒക്കെ ഈക്ക എ പി എന്ന വിലാസത്തിലേക്ക് ചുരുണ്ടുകൂടും. അങ്ങനെ എല്ലാം അവരുടെ കയ്യിൽ കോഴിക്കോട് രജിസ്റ്റർ സംഘടനകളുടെ കീഴിൽ ഒന്നിച്ചു വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മഹല്ല് സംവിധാനത്തെ ഒന്നാകെ വലിച്ചു കൊണ്ടുപോകുന്നത്, അങ്ങനെ നമ്മൾ പ്രതികരണമില്ലാതെ ഇരകളായി നിന്നുകൊടുത്തുകൊണ്ട് നമ്മളത് നടപ്പാക്കാൻ അനുവദിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. നാശമുണ്ട്, പലവിധത്തിലുള്ള നാശമുണ്ട്. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പോലും അംഗീകരിക്കാതിരിക്കുന്നിടം വരെ ഇവരുടെ വൈരവും ഭിന്നിപ്പും ഇവരുടെ വക്കാണവും സംഘടനവും എത്തിച്ചേർന്നിരിക്കുന്നു. പഴയകാലത്തൊരവസ്ഥയിലേക്ക് പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ അടി, എന്നിട്ട് പള്ളി പൂട്ടല്ലേ. ഉദ്ഘാടനം ഖാലിദ് മാസ്റ്റർ പറഞ്ഞ കേട്ട് നിങ്ങൾ, നമ്മൾ അടിപിടി കൂടുമ്പോ ഒരു ബാഹ്യശക്തി വരും ഉറപ്പന്നെ. നമ്മൾ പള്ളിയിൽ നിന്ന് അടിപിടി കൂടിയാൽ പോലീസ് വന്ന് പൂട്ടും. ബാഹ്യശക്തി കാണാനോ, ബാഹ്യശക്തി അമുഖക്കാരി പോലീസ് വന്ന് പൂട്ടും. ഒരു വ്യത്യാസം വേണ്ട, ആർക്കും ഉണ്ടാക്കാതെ പണി, ആർക്കുമില്ല. എവിടെ അടിപിടി കൂടിയാലും അപ്പാടെ പോലീസ് വന്ന് പൂട്ടും. ആ വിധത്തിൽ നമ്മുടെ പള്ളികൾ പൂട്ടുന്ന അവസ്ഥയും മഹല്ലുകൾ മുസ്ലിം മഹല്ലുകളല്ലാതാകുന്ന അവസ്ഥയും പ്രാദേശിക മഹല്ലുകൾ ആ പ്രദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് പൂട്ടി സംഘടനകളുടെ പേരിൽ അറിയപ്പെടുകയും അവരുടെ സ്വത്താക്കി മാറ്റപ്പെടുകയും ചെയ്യുന്ന ഈ അവസ്ഥക്കെതിരെ നമ്മൾ ഉണരണം. നമ്മൾ ഇസ്ലാമിനെ ഓർത്ത് ഉണരണം, മഹല്ല് സംവിധാനത്തെ ഓർത്ത് ഉണരണം, മുസ്ലിമീങ്ങൾ എന്ന ആ പൊതു സംവിധാനത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഉണരണം. ഇതിനെ നമ്മൾ തിരുത്തണം. ഇതിനുവേണ്ടിയുള്ള ആഹ്വാനം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നിർവഹിക്കുന്നത് ഞങ്ങൾ മാസികകളിൽ എഴുതിയിട്ടും ബന്ധപ്പെട്ടവരോട് സംസാരിച്ചിട്ടും എല്ലായിടങ്ങളിലും വേണ്ട വിധത്തിലൊക്കെ നടത്തി നോക്കിയിട്ടും ഫലം കാണാത്തതുകൊണ്ടാണ് സാധാരണക്കാരിലേക്ക് ഈ വിഷയം നടക്കുന്നത്. ഇതിനുവേണ്ടിയാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അതിന്റെ പ്രാഥമിക പരിപാടിയായി നടത്തുന്ന ഈ ക്യാമ്പയിൻ. മഹല്ലുകൾ ശിഥിലമാകുന്നത്, മുസ്ലിം മഹല്ലുകൾ ഇല്ലാതാകുന്നത്, പ്രാദേശിക പള്ളികൾ ഇല്ലാതാകുന്നത്, പ്രാദേശിക മുസ്ലിമീങ്ങളുടെ മദ്രസകൾ ഇല്ലാതാകുന്നത്, പള്ളികളും മദ്രസകളും ഭരിക്കുന്നവർക്ക് അതിന്മേലൊരു അധികാരവും ഇല്ലാതാകുന്നത്, പള്ളി നടത്തുന്നതും പള്ളി ഭരിക്കുന്നതും പള്ളിക്ക് വേണ്ട ചെലവുകൾ നൽകുന്നതും എല്ലാം നാട്ടുകാരായിരിക്കെ അവിടത്തെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് കോഴിക്കോട്ടിൽ നിന്ന് സമസ്തയാവുക എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കണം. ഈ പ്രമേയം നിങ്ങൾ ഏറ്റെടുക്കണം, ഇതിനെ നിങ്ങൾ പിന്തുണക്കണം, ഇതിന്റെ പിന്നിൽ അണിനിരക്കണം. ഇത് കേട്ടവർക്ക് കേൾക്കാത്തവർക്ക് കൈമാറി ഇത് വ്യാപകമായി പ്രചരിപ്പിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങൾ ഒത്തുകൂടിയതിനെ കബൂലാക്കണേ റഹ്മാനെ, ഞങ്ങൾ സംസാരിച്ചതിനെ കബൂലാക്കണേ റഹ്മാനെ. നിന്റെ ദീനിന്റെയും ഈ സമുദായത്തിന്റെ ഒരുമയുടെയും താൽപര്യത്തിലാണ് ഞങ്ങൾ ഈ പ്രമേയവുമായി ഇറങ്ങിയിരിക്കുന്നത്. നീ ഇത് കബൂലാക്കണേ റഹ്മാനെ. ഉദ്ദേശ ലക്ഷ്യത്തിൽ ഭംഗമുണ്ടെങ്കിൽ നീ തിരുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സ് നന്നാക്കി, ഞങ്ങളുടെ സഹോദരങ്ങളുടെ മനസ്സ് നന്നാക്കി, സംഘടനാ നേതൃത്വത്തിലിരിക്കുന്നവരുടെ മനസ്സ് നന്നാക്കി, സങ്കുചിതത്വത്തിലേക്ക് നീങ്ങിയിട്ടുള്ള ആളുകളുടെ മനസ്സ് നന്നാക്കി, എല്ലാവരെയും ഹിദായത്തിലാക്കി ഈ സമുദായത്തിന്റെ ഒരുമയുടെയും ഐക്യത്തിന്റെയും ഏതെങ്കിലും തുരുത്തുകൾ ശേഷിക്കുന്നുണ്ടെങ്കിൽ, തിരുശേഷിപ്പുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നീ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്യണമേ റഹ്മാനെ. അതും ഇല്ലാതാക്കി സംഘടനാവൽക്കരിച്ചുകൊണ്ട് മഹല്ലുകളെ ഇല്ലാതാക്കുകയും മുസ്ലിം മഹല്ലുകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന എല്ലാ ശക്തികളിൽ നിന്നും എല്ലാവിധ പരിശ്രമങ്ങളിൽ നിന്നും ഞങ്ങളുടെ സമുദായത്തെയും ഈ സമുദായത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ മുസ്ലിമീങ്ങളായി ജീവിച്ച് മുസ്ലിമീങ്ങളായി മരിക്കാനും ഈമാൻ സലാമത്തായി മരിക്കാനും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളോട് കടപ്പെട്ട എല്ലാവരെയും ഇസ്ലാമിൽ നീ നിലനിർത്തണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്ത് നിലനിർത്തണേ റഹ്മാനെ. മുസ്ലിമീങ്ങളായി സുന്നികളായി നിന്റെ ഹബീബായ നബിയും സ്വഹാബത്തും താബഈങ്ങളിലൂടെയും കൈമാറപ്പെട്ടുവന്ന ശരിയായ ആദർശത്തിലും ആശയങ്ങളിലും അടിയുറച്ച് നിലകൊണ്ടുകൊണ്ട് ആ വിധത്തിൽ തന്നെ മരിക്കാനും നിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹമുള്ള ബഹുമാനമുള്ള വിവന്നരായ ഉസ്താദുകൾ, ഈ പരിപാടിക്ക് ധന്യമായ ദുആ കൊണ്ട് അനുഗ്രഹിച്ച അഭിമന്യരായ സയ്യിദ് അവർകൾ, സുന്നിയോജന ഫെഡറേഷന്റെ സംസ്ഥാന കാര്യദർശി അലി അക്ബർ ഉസ്താദ് അവർകൾ തുടങ്ങി സ്റ്റേജിലും സദസ്സിലും ഒരുമിച്ച് കൂടിയിരിക്കുന്ന മാന്യ സഹോദരങ്ങളെ, സ്നേഹജനങ്ങളെ,
കേരള സംസ്ഥാന ജമീയത്തുൽ ഉലമ ഈ സമൂഹത്തോടും നാടിനോടും ദീനിനോടുമുള്ള ഗുണകാംക്ഷയുടെ